തപ്പുവെട്ടം താണ്ടിയെത്തും ദുരന്തത്തിൽ താങ്ങായി എന്നും ഈ കൂട്ടം. അധികാര ഗർവിൻ കരിങ്കൽ തുറുങ്കും തകർക്കുന്ന മിന്നൽ പ്രവാഹം. വിളിക്കൂ സഖാക്കളെ ഒറ്റനായി നാം. ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മളുടെ തൊഴിലിടങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ മാത്രമല്ല, അവിടുത്തെ ആ സംഘടനയ്ക്ക് ആവശ്യമായ മറ്റു പല സാഹിത്യപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ, എവിടെയെങ്കിലും പോരാളികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിനും മുൻപന്തി, അതിന് മറ്റുള്ള ആളുകളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനാർഹമാണ്. തിരുവനന്തപുരം ഡിവിഷനിലെ ALRSAയ്ക്ക് മറ്റൊരു മുഖം നൽകുന്ന അതിലെ മുഖ്യ ഒരു പങ്കാളിയായിരുന്നു സഖാവ് കെ സജീവ്. ഞാൻ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ആയിരുന്നു ഇത്തരം പ്രവൃത്തികളെങ്കിലും നമ്മളുടെ വളരെ മുതിർന്ന ആളുകളൊക്കെ പലപ്പോഴും പറയാറുള്ള വാചകങ്ങളാണ് സജീവിനെ പറ്റി പറയാറുള്ളത്. മെഡിക്കൽ ഡി കാറ്റഗറീസായി മറ്റ് കാറ്റഗറിയിലേക്ക് പോയെങ്കിലും നമ്മളുടെ പ്രവർത്തനങ്ങളോടൊക്കെ എന്നും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്ന സഖാവ് കഴിഞ്ഞ ഫെബ്രുവരി മാസം BRS എടുത്ത് സർവീസിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്, സർവീസിന് സ്വയം വിരമിച്ചിരിക്കുകയാണ്. മറ്റൊരു കാറ്റഗറിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസങ്ങളിലൊന്നും തന്നെ നമുക്ക് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുന്നതിനുള്ള സാധ്യതകളില്ലായിരുന്നു. ആലപ്പുഴയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഉചിതമായൊരു സ്വീകരണം നൽകണമെന്ന് പല കോണുകളിൽ നിന്നും നമുക്ക് നിരന്തരമായ നമ്മളുടെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നമ്മളുടെ മെയിൽ ലിങ്കിൻ്റെ അനോമലികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തര സമരങ്ങളും പ്രതിഷേധങ്ങളും അതിനുശേഷം പാർലമെൻറ്റ് മാർച്ചും വിഷു ഈസ്റ്ററൊക്കെ എല്ലാം വന്നപ്പോൾ കുറച്ച് നീണ്ടുപോയി. എന്നിരുന്നാലും സഖാവിനുള്ള ആദരവ് സംഘടനയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സഹയാത്രികൻ സഖാവ് കെ സജീവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അഭിഷേക്. സുരേഷ്. സുരേഷ്. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ ഡിവിഷണൽ പ്രസിഡന്റ് സഖാവ് NN ഗിരീഷ് കുമാറാണ്. സഖാവ് NN ഗിരീഷ് കുമാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘടനയുടെ സെൻട്രൽ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് എൽ മണി സാർ, സംഘടനയുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവ് സഖാവ് PN സോമൻ, സംഘടനയുടെ മുൻ ഡിവിഷണൽ പ്രസിഡന്റ് സഖാവ് J വേണുഗോപാൽ, മറ്റ് മുതിർന്ന സംഘടനയുടെ ഭാരവാഹികൾ, മറ്റ് ബ്രാഞ്ച് ഭാരവാഹികളെ, എന്നും നമ്മളോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പെൻഷൻ ഗ്രീവൻസ് സെല്ലിൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വിശിഷ്ടാതിഥി സജീവ്, ALRSA ഡിവിഷൻ പ്രസിഡന്റ് NN ഗിരീഷ്, പ്രിയ തൊഴിലാളി സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ യോഗം ആരംഭിച്ച പോലെ തന്നെ ഈ സജീവിന് കൊടുക്കുന്ന ആദരവും നമ്മൾ ഇച്ചിരി വൈകിപ്പോയി. കാരണം ഫെബ്രുവരി 27-നാണ് അദ്ദേഹം സ്വയം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. മാർച്ച് ഗവൺമെൻറ് മേഖലയിലൊരു തിരക്കുള്ള കാലമായിരുന്നു. പക്ഷേ നമ്മുടെ മേഖലയിൽ ആ ലിങ്കിൻ്റെ മാറ്റം വന്നത് കാരണവും
ദീപരാജിൻ്റെ പണിഷ്മെൻറ്റും കാരണം നടന്ന രാപ്പകൽ സമരം, തുടർന്ന് ഏപ്രിലിൽ നമ്മൾ ആദ്യം പാർലമെൻറ്റ് മാർച്ചിൻ്റെ പ്രവർത്തനങ്ങളായി. പാർലമെൻറ്റ് മാർച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് വിഷു ഈസ്റ്ററും ഒക്കെ ആയി. പരിപാടി കുറച്ച് നീണ്ടുപോയി. സജീവിനോടും ഈ കാറ്റഗറിയിലുള്ള മറ്റുള്ളവരോടും അതിനുള്ള ക്ഷമ ആദ്യം പറയുകയാണ്. സജീവിനെക്കുറിച്ച്, സജീവ് നമ്മുടെ കൂട്ടത്തിൽ 18 വർഷത്തോളം ALP ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ്. പാലക്കാട് ഡിവിഷനിലായാലും തുടർന്ന് തിരുവനന്തപുരം ഡിവിഷനിലായാലും. നമ്മുടെ ജോലിയുടെ പ്രത്യേകത കാരണം, നൈറ്റ് ഡ്യൂട്ടികളുടെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം കാരണം കക്ഷി അൺഫിറ്റായിട്ട് പോകേണ്ടി വന്നു. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, തുടർച്ചയായി വളരെ കൂടുതൽ കഴിഞ്ഞ COM ലിങ്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന അൺഫിറ്റുകളുടെ കണക്കെടുത്താൽ പഴയ കാലത്ത് നിന്നും വളരെ വ്യത്യാസമായിട്ട് വളരെ കൂടുതലാണ്. ഓരോ മെഡിക്കലിന് പോകുമ്പോഴും എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂടി അൺഫിറ്റാകുന്ന കണ്ടീഷനിലേക്കും ആണ് സ്ഥിതിയുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് സജീവ് അൺഫിറ്റായി പോയി. ആ കാറ്റഗറിയിലും വർക്ക് ചെയ്യാൻ പറ്റാത്ത സമ്മർദ്ദം കാരണം VR എടുക്കേണ്ടി വന്നു. നമ്മൾ വളരെ വൈകിയൊരു സാഹചര്യത്തിലാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവിഷണൽ പ്രസിഡന്റ് NN ഗിരീഷ്. സംഘടനയുടെ ആചാര്യൻ എൽമൺ സാർ, സംഘടനയുടെ വിവിധ തലങ്ങളിൽ ഓഫീസ് ബെയറായി പ്രവർത്തിക്കുന്ന നേതാക്കളെ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി K. സജീവ്, റിട്ടയറായിട്ടും ഇപ്പോഴും ചുറുചുറുക്കോടെ സംഘടനയുടെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്ന റിട്ടയറായ ALRS പ്രവർത്തകരെ, സഹാക്കളെ. സജീവ് സദ്ഗമയ, ആ പേരിൽ നമുക്കിടയിൽ ഏറെ പരിചിതനായ K. സജീവ്. K. സജീവ് സംഘടനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനുള്ള മറുപടിയാണ് ALPയിൽ നിന്ന് അൺഫിറ്റായി TC ആയി പോവുകയും അവിടെ നിന്ന് VR എടുത്ത് സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത സജീവിന് എറണാകുളം ALRS ബ്രാഞ്ച് നൽകുന്ന ഈ ഒരു സ്നേഹോപകാരം. ALRS സംഘടനയുടെ പോഷക സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന സർഗസംഗമം, ആ സർഗസംഗമം ഗ്രൂപ്പിൻ്റെ തുടക്കക്കാരൻ, അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സജീവ്. സംഗമം എന്ന ഗ്രൂപ്പിന് അതിന് പിതൃത്വം ഏറ്റെടുക്കാൻ പല ആൾക്കാരുണ്ടെങ്കിലും അതിന് മുഖ്യ കണ്ണിയായിട്ട് അന്ന് പ്രവർത്തിച്ചത് സജീവ് എന്നാണ്. സജീവ് എഴുതിയുണ്ടാക്കിയ വിടരട്ടെ സൗഗന്ധിക പൂക്കൾ എന്ന ഗാനം ALRS സംഘടനയുടെ നമ്മുടെ അജിറ്റേഷൻ പ്രോഗ്രാമുകളും അതുപോലെ സംഘടന നടത്തുന്ന ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളും അതിനകത്ത് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ വരികളും, ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ALRS പ്രവർത്തകനും അവരവരുടെ മനസ്സിൽ ഒരു പുളകമുണ്ടാകുന്നു. അത്രയ്ക്കും ആത്മാർത്ഥമായി എഴുതാൻ സജീവ് എന്ന നമ്മുടെ ആ പ്രതിഭാസത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുരിപ്പുഴ ശ്രീകുമാർ എന്ന കവി പോലും അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല. ഈ വൈകിയ വേളയിൽ ഈ ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ച എറണാകുളം ബ്രാഞ്ചിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയുള്ള കാലം സർഗഭാവനയിൽ അല്ല സർഗവേദികളിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സജീവ് കൂടുതൽ ഉയരങ്ങളിലെത്തി ആശംസിക്കുന്നു. ഈ ഏവരുടെയും സമ്മതത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി.
സജീവിനെ കുറിച്ചൊരു വിവരണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജോസഫ് മാർ ക്ഷണിക്കുന്നു. സഖാവ് സജീവ് സദ്ഗമയ ALP ആയിട്ട് ഈറോഡാണ് അപ്പോയിൻ്റ് ആയത്. 1999 അവിടെ നിന്ന് പാലക്കാടേക്ക് വന്നു. പിന്നീട് TVC ഡിവിഷനിലേക്ക് 2005 TVC ഡിവിഷനിൽ മാർഷൽ യാർഡിലും അതുപോലെ തന്നെ ERSലും വർക്ക് ചെയ്തു. പിന്നീട് SNP ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2018 SNP ആയത്. പിന്നെ മറ്റ് കാറ്റഗറിയിലേക്ക് CCTC എന്ന കാറ്റഗറിയിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. 2025 ഫെബ്രുവരി 27 അദ്ദേഹം BRS എടുത്തത്. പുസ്തകങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്നു. സജീവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തൊരിടമാണ്. പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ച് തീർത്തെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ചോദിച്ചു. കുറച്ച് പുസ്തകങ്ങൾ ഏത് അവിടെ ഇരിപ്പുണ്ട്, ബാക്കി പുറകിലൊക്കെ. അപ്പോൾ നമുക്കൊരു പുസ്തകം പോലും വായിച്ച് തീർക്കാനായിട്ട് പറ്റാത്തപ്പോൾ സജീവ് ആ പുസ്തകങ്ങളെല്ലാം വായിച്ച്, അതാണ് സജീവിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല, സജീവിൻ്റെ മകള് പാർവതിയും സജീവിൻ്റെ പിന്നാലെ തന്നെയാണ്. പുസ്തകങ്ങളുടെ കൂട്ടുകാരി കൂടിയാണ് പാർവതിയും നല്ല സാഹിത്യത്തിൽ നല്ല കഴിവുള്ള കുട്ടിയാണ്. പലപ്പോഴും സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള കുട്ടിയാണ്. ഭാര്യ സെൽമയാണ്, അംഗനവാടി വർക്കറാണ്. മകൾ ഞാൻ പറഞ്ഞു പാർവതി സജീവ് MSc അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് പഠിക്കുകയാണ്. പിന്നെ മകൻ പവിശങ്കർ നമ്മുടെ ചേർത്തല പോളിടെക്നിക്കിൽ സ്റ്റുഡൻ്റാണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റുഡൻ്റാണ്, ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ സജീവ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചും സംസാരിക്കാനായിട്ട് നല്ല കഴിവുള്ള വ്യക്തിയാണ് സജീവിൻ്റെ ഇനിയും സജീവിന് കാലങ്ങൾ നീണ്ടു കിടക്കുകയാണ്. കാര്യം ഇനിയും സജീവിൻ്റെ കഴിവുകൾ, അഥവാ സംസാരിക്കാനായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും തുടരെ ഇങ്ങനെ എഴുത്തിൽ സജീവിന് ഇനിയും ഒത്തിരി നാളുകൾ സജീവിനെ തുടരാനായിട്ട് കഴിയും. ഇപ്പോൾ സജീവിന് ആവശ്യത്തിന് സമയമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സജീവിൽ നിന്നും നമ്മുടെ കാറ്റഗറിക്ക് പലപ്പോഴും CD ഒക്കെ പലരെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സജീവിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് പുറത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം സജീവിനോട് തന്നെ പ്രകടിപ്പിക്കുകയാണ്. സജീവ് ഇനി എഴുത്തിലേക്ക് കടക്കുക, കൂടുതൽ ആ അറിവുകൾ വെച്ച് പുതിയ നോവലുകൾ, കഥകൾ ഇതൊക്കെ എഴുതാനായിട്ട് സജീവ് അതുവഴി നമ്മുടെ കാറ്റഗറി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോൾ രാമകൃഷ്ണ സാറൊക്കെ എഴുതുന്ന പോലെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു സജീവ് ഒരു നല്ല എഴുത്തുകാരനായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരാഗ്രഹം സജീവിനോട് ഈ അവസരത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ സജീവിന് ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വേണുചേട്ടൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബ്രാഞ്ച് പ്രസിഡന്റ് C. സതീഷ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രമായ സജീവ് സദ്ഗമയ, അതുപോലെ തന്നെ ഡിവിഷണൽ പ്രസിഡന്റ് NN ഗിരീഷ് കുമാർ, PN സോമൻ, സെക്രട്ടറി M. ബിജു, പെൻഷൻ ഗ്രീവൻസ് സെല്ലിലെ ജോസഫ് ഷംസുദ്ദീൻ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹാക്കളെ, സെൻട്രൽ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് വെൽമണി സാർ, ഇന്ന് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണേഴ്സ് ഓഫ് അസോസിയേഷൻ എന്ന സംഘടന നേരത്തെ കൊടുക്കേണ്ടിയിരുന്ന ഒരു ആദരവ് അല്പം വൈകിയാണെങ്കിലും, അല്പം വൈകിയാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തീരുമാനിച്ചതിന് ബ്രാഞ്ച് കമ്മിറ്റിക്ക് ആദ്യമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. സജീവ് സദ്ഗമയ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അസതോമ സദ്ഗമയ എന്ന വാക്യം ബൃഹദാരണ്യോപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യ വരിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചീത്ത കാര്യങ്ങളിൽ നിന്നും എന്നെ നല്ലതിലേക്ക് നയിക്കൂ എന്നാണ്, ഒരു പ്രാർത്ഥനയാണത്. ഈ സജീവ് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഓൾ ഇന്ത്യ ലോ കോർട്ട് ഓഫ് അസോസിയേഷൻ എന്ന സംഘടന ഒരു പോരാട്ട സംഘടനയാണ്. സമരത്തിൻ്റെ ആയുധമായിട്ട് മാത്രം നടക്കുന്ന ഒരു സംഘടനയാണ്. അതിലേക്ക് സർഗാത്മകതയുടെ ഒരു സുഗന്ധം കൂടി ചേർക്കാൻ സാധിച്ച ഏക വ്യക്തിയാണ് സജീവ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിപ്പിച്ച് കാണിച്ചത് സജീവായിരിക്കും. സർഗസംഗമം എന്നൊരു LRSയുടെ ഒരു ശാഖ അത് രൂപപ്പെടുത്തുകയും വളരെ വിജയകരമായിട്ട് കുറേ വർഷങ്ങൾ അത് കൊണ്ടു നടക്കുകയും ചെയ്യാൻ സജീവ് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ സജീവ് ശരിക്കും അദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സ് വരെ ഒരു ലോക്കോ പൈലറ്റായിട്ട് അതിലുപരി ഒരു LRSയുടെ ഒരു പോരാളിയായിട്ട് നിലനിൽക്കേണ്ടതായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ ആഗ്രഹത്തിനൊത്ത് വിധി പെരുമാറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു എന്ന് വരില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറച്ചൊക്കെ വിധി കവർന്നെടുത്തുകൊണ്ട് പോയി. പക്ഷേ ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമേ അദ്ദേഹത്തിന് നഷ്ടമായുള്ളൂ, മനസ്സിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെയുണ്ട്. അതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ ജോസഫ് മാർട്ടിൻ പറഞ്ഞ പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. പുസ്തകശേഖരം, നമുക്കൊക്കെ ദഹിക്കാത്ത കാര്യങ്ങളാണ് അവിടെ കൂടുതലും പുസ്തകത്തിൽ ഇരിക്കുന്നത്. പക്ഷേ അത് നല്ലവണ്ണം ദഹിച്ച് തന്നെ വായിച്ച് തന്നെ അറിവുകൾ നേടിയൊരു വ്യക്തി തന്നെയാണ് ശ്രീ സജീവ്. തീർച്ചയായിട്ടും ഈ സർഗസംഗമം LRSയുടെ ആ ഒരു കരുത്തുറ്റ മുഖത്തിനെ ഒരല്പം കൂടെ ജനകീയമാക്കാനായിട്ട് ഉപകരിച്ചു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ള, അതല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് മറക്കാതിരിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ സജീവിൻ്റെ ഈ വായനാശീലവും അദ്ദേഹത്തിൻ്റെ കവിതകളോടുള്ള ആഭിമുഖ്യവും നിമിഷം നേരം കൊണ്ട് കവിത എഴുതാനുള്ള കഴിവുമൊക്കെ ഏതായാലും നിലനിൽക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ TD രാമകൃഷ്ണൻ മുതലായ, അതുപോലെ തന്നെ ഷിനിലാൽ, വൈശാഖൻ, അങ്ങനെ റെയിൽവേയുടെ വലിയ ഒരു എംപ്ലോയ്മെൻറ്റ് ആ ഒരു കൂട്ടത്തിൽ നിന്നും ചില ആൾക്കാരെങ്കിലും പൊതുജനങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ മറ്റ് രീതികളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനോ ഒക്കെ തയ്യാറായിട്ട് വന്ന് വിജയിച്ചവരുണ്ട്. ആ ഒരു കാറ്റഗറിയുടെ കൂട്ടത്തിൽ സജീവ് സദ്ഗമയ എന്ന പേര് മുഴങ്ങിക്കേൾക്കണം, അല്ലെങ്കിൽ അത് ഒരു മുദ്രയായി പതിക്കണം എന്ന ഒരാഗ്രഹം കൂടി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും സജീവിന് സാധിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ട്. ഈ ജോലിയുടെ ഭാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും ലോക്കോ റണ്ണിങ് സ്റ്റാഫായ നമുക്കാണ് ലീവ് കിട്ടാത്തത് എന്നൊക്കെ പറയും. എല്ലാ കാറ്റഗറിയിലും ഇതൊക്കെ തന്നെയാണ്, ഏറെയും കുറഞ്ഞു ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം സജീവാണ്. സജീവിനോട് പറയും, സജീവിന് പല പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കാത്ത അവിടെ അഡീഷണലായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റൊരാൾ ചെല്ലാത്തത് കൊണ്ട് ആണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പലവട്ടം ഞാൻ വി ഗോകുമാറും ഒക്കെ ചേർന്ന് കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ കഥകളുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കഥ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ ആശയം അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ബന്ധപ്പെടുക സജീവുമായിട്ടായിരുന്നു. ആ സജീവിൻ്റെ രോഗാവസ്ഥയ്ക്ക് ശേഷം പോലും സജീവ് ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങിയ സമയത്ത് പോലും ഞങ്ങളോടൊപ്പം ഇരുന്ന് ചേർത്തലയിൽ ഒരു ലോഡ്ജിൽ ഇരുന്ന് രാത്രി ഏറെ വൈകും വരെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അത്ഭുതകരമായ രീതിയിൽ ആ ഒരു സർഗാത്മകത ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നും വേണ്ട, വിടരട്ട സൗഗന്ധിക പൂവുകളെ എന്നുള്ള ആ ഒരു ഗാനം മാത്രം മതി, അതിലെ വരികൾ മാത്രം മതി. എത്ര വായിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വരികളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും തളരാതിരിക്കട്ടെ.
അദ്ദേഹത്തിന് കൂടുതൽ കവിതകൾ എഴുതാൻ സാധിക്കട്ടെ, അദ്ദേഹത്തിന് ധാരാളം വായിക്കാനും വിജ്ഞാനം ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകം, ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ, അതല്ലെങ്കിൽ സാഹിത്യ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഇനിയും പതിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോമൻചേട്ടൻ സംസാരം. പ്രിയപ്പെട്ട സഹകളെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി സജീവ്, പ്രിയ സഹകളെ, സജീവിനെ സംബന്ധിച്ച് PR കൊടുത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ എല്ലാവരും പറഞ്ഞു. നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉണ്ടായ അന്ന് തന്നെ എനിക്കറിയാം. ആ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനന്ന് കൂടുതൽ ഒരു രാത്രി മുഴുവൻ മെനക്കെട്ട് ഞാൻ ഈ ആശുപത്രിയായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ചീഫ് സർജിക്കലൊന്നും വേണ്ട, കുറച്ച് റെസ്റ്റ് എടുത്ത് ക്ലിയറാക്കി എടുക്കുന്ന ബെറ്റർ എന്ന് പറഞ്ഞു. ആ രീതിയിൽ തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് അവിടെ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെയിൽവേ മേഖലയിലുള്ള തൊഴിലാളികളുടെ ഇതുപോലെ തന്നെ മെഡിക്കൽ അൺഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാറ്റഗറി കൊണ്ടുപോവുക, വേണമെങ്കിൽ നാറുകോല്, അല്ലെ മറ്റൊരു മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിനേക്കാളും വലിയ വർക്ക് ലോഡ് കൂടി കൊടുക്കുക, എങ്ങനെയായാലും ഇവനെ കൊണ്ട് VR അടിപ്പിച്ച് റെയിൽവേയിൽ നിന്ന് പുറത്താക്കുക. കാരണം ജോലി ചെയ്യാതെ ഒരാളും ഒരു സർവീസിലും, ഇപ്പോൾ റെയിൽവേ എന്നല്ല എല്ലാ മേഖലയിലും അങ്ങനെയാണ്, ഏതെങ്കിലും രീതി അൺഫിറ്റ് ആണെങ്കിൽ അവനെ കഴിയുന്നതും ആ മേഖലയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു നയസമീപനമാണ് ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സജീവനെ ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുന്ന രീതിയിലുള്ള ജോലിയല്ല, ഒന്നിനൊന്നിന് വർക്ക് ലോഡ്. നമുക്കറിയാം, ആലപ്പുഴ ആ എൻക്വയറി കൗണ്ടറിന് അവിടെ ഇരുന്ന് അത് വേണമെങ്കിൽ TT ആയിട്ട് ഓൺലൈനിൽ പോകാൻ വരെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ജോലി ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് VR കൊടുക്കേണ്ടി വന്നതും. VR കൊടുക്കുമ്പോൾ തന്നെ 1-2 കേസൊക്കെ ഉണ്ടായിരുന്നു. അത് ഇമീഡിയറ്റൊക്കെ തീർത്തു, വിഷയങ്ങളൊക്കെ തീർത്തു, പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റിൽ ചെയ്തു നമുക്ക് കിട്ടി. എന്തായാലും സജീവിനെ സംബന്ധിച്ച് ALRCക്ക് ഈ പറയുന്ന നല്ലൊരു സാഹിത്യകാരനെ അതിനേക്കാളുപരി കൂടുതൽ എഴുതി വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് നമ്മുടെ ഈ സർവീസ് മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ട. പക്ഷെ അത് അദ്ദേഹത്തെ വേണു പറയുന്ന പോലെ ഇനിയുള്ള കാലം തീർച്ചയായിട്ടും ALRCയോടൊപ്പം ഈ ഓഫീസ് വരെ ചേർത്തലിൽ നിന്ന് വരാൻ പറ്റുമെങ്കിൽ എല്ലാ ബുധനാഴ്ച വരികയോ അല്ലെ മറ്റുള്ള നമ്മുടെ ഈ സർഗസംഗമം പരിപാടികളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ഒരു ഫുൾ ടൈം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇൻവോൾവ് ആയാൽ മാത്രമേ കൂടുതൽ പിക്കപ്പായി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കയറാൻ വരുള്ളൂ. കാരണം ഫിസിയോതെറാപ്പിയാണ് ഇതിന് എല്ലാ കാര്യത്തിലും, മാനസിക തൻ്റെയോടും ഫിസിയോതെറാപ്പിയാണ് മാത്രമാണ് ഈ ഒരു സ്ട്രോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നാൽ വരുന്നത്. പക്ഷെ അതുകൊണ്ട് നോർമലൈസ് ആയി വരുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതുവരെ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കണം. ആ രീതിയിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ സജീവിനെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയും. ആ രീതിയിൽ സജീവ് വരുംകാല ഭാവിയിൽ നമ്മുടെ ഇവരൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ലോക്കർ നിഷാബിനെ പറ്റി വ്യക്തമായിട്ട് A to Z ഒരു ALPയുടെ പോസ്റ്റ് തൊട്ട് ഒരു LP മെയിലിൻ്റെ പോസ്റ്റ് വരെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അതൊക്കെ വെച്ച് കവിതകൾ എഴുതാനും ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ പറയുന്ന പത്രമാധ്യമങ്ങളിൽ എഴുതാനും പുസ്തക രൂപേണയാക്കാനും ഒക്കെ ഉള്ള കഴിവ് ഏറ്റവും കൂടുതലുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള പലരും ആയിട്ടുണ്ടെങ്കിൽ പോലും ലോക്കോ റണ്ണി സ്റ്റാഫിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ പറയുന്ന ആൾക്കാരൊന്നും എഴുതിയിട്ടില്ലെന്നുള്ള വാസ്തവം. ഷിനിലാലായാലും മറ്റുള്ള ആൾക്കാരായാലും എല്ലാവരും ഹാർഡ് വർക്കും മറ്റു കാര്യങ്ങളും ഒരു ലോക്കോ പൈലറ്റോ ഒരു എൻജിൻ ക്ലീനറോ ഒരു സ്റ്റീം എൻജിൻ കാലത്ത് ജീവനക്കാർ വർക്ക് ചെയ്യുന്നോ ഒന്നും അവരെഴുതിയിട്ടില്ല. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രസൻറ്റേഷൻ കണ്ടത് പഴയ അഡ്വക്കേറ്റ് നമ്മുടെ ഇങ്ങേരായിരുന്നു. അദ്ദേഹം ടെന്നവേഴ്സ് കേസിലൊക്കെ ആർഗ്യുമെൻറ്റ് നടത്തുമ്പം ജഡ്ജി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ഡെസ്കയിലടിച്ച് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അന്ന് ആ അഡ്വക്കേറ്റ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ആ രീതി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹിത്യകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലോക്കോ പൈലറ്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ടോയ്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ
കഴിഞ്ഞ ഒരു 10-25 കൊല്ലം മുമ്പ് ഞാൻ ഡിവിഷൻ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന കാലത്ത് എന്നോട് മാതൃഭൂമിയിലെ ഇവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, നിങ്ങളെന്തോ ഇത് പറയാത്ത പുതിയ ചെറുപ്പക്കാർ നിങ്ങൾക്ക് കല്യാണം കിട്ടുകയില്ല എന്നിട്ടാണോ? നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഓഫീസർമാരെ നാണം കെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പത്രമാധ്യമങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം തരുന്നില്ല, വീക്ക്ലി റെസ്റ്റ് ഇല്ല, ഭാര്യയോടൊപ്പം കിടന്നുറങ്ങാൻ മണിക്കൂർ തരുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ സെറ്റിൽ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പരിധിവരെ ഇപ്പോഴാണത് നമ്മൾ നല്ല പബ്ലിസിറ്റി, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൻ്റെ ഇടയിൽ പുതിയ തലമുറ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു. കാരണം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ. മറ്റ് അതില്ല, എല്ലാവരും മൂടി വയ്ക്കുകയായിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി, ഈ വക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാൽ മതി എന്നുള്ള രീതി. അതല്ല, ചില കാര്യങ്ങൾ ഈ പറയുന്ന സമൂഹത്തിൽ കൂടുതൽ നല്ല പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ അതിനൊക്കെ ഒരു ഫലം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ആ രീതിയിലായിട്ടുണ്ട്. വേക്കൻസി ബില്ലിങ് അതുപോലെ തന്നെയാണ്. 5-6 കൊല്ലമായിട്ട് ഒരു വേക്കൻസി ഫില്ലപ്പ് ചെയ്യുക, റിട്ടയർമെൻറ്റ് വേക്കൻസി പോലും ഫില്ലപ്പ് ചെയ്യാതെ ഓഫീസർമാരിരുന്ന ആ ഓഫീസർമാരെ ചോദ്യം ചെയ്യാൻ ഇവിടെ നമ്മുടെ റെയിൽവേ ബോർഡിൽ ആരുമില്ല, റെയിൽവേയുടെ ഉന്നത അധികാരികളില്ല എന്നുള്ള വാസ്തവം. അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഇപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ നിൽക്കുന്നൊരു സാഹചര്യം, നിന്നുകൊണ്ടിരിക്കുന്നു ഗുഡ്സ്. അതിനേക്കാളുപരിയാണ് ഈ പറയുന്ന CMS വരുത്തുന്ന മാറ്റങ്ങൾ. CMSനെ സംബന്ധിച്ച് ഇനി അതിന് സെപ്പറേറ്റ് തന്നെ സെൻട്രൽ വർക്ക് കമ്മിറ്റി അതിന് നമ്മൾ സജഷൻ കൊടുക്കണം. CMS ഒക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മുടെ ഡ്യൂട്ടി നേച്ചർ കംപ്ലീറ്റ് കമ്പ്യൂട്ടറാക്കുമ്പം അത് യാതൊരു ബന്ധമില്ലാത്ത ഓഫീസർമാരാണ് അതിൻ്റെ അകത്ത് പോയി അത് മോണിറ്റർ ചെയ്യുന്ന ആ പ്രോഗ്രാം മുഴുവൻ തയ്യാറാക്കുന്നത്. അതാണ് മൈലേജ് അടക്കം ഇപ്പം മാറിയിരിക്കുന്നത്. അത് തയ്യാറാക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ വർക്കിങ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും പാലക്കാട് വന്നൊരു 1-2 കേസുകൾ പറഞ്ഞല്ലോ. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് കോഷൻ ഓർഡർ തരുന്നു. അതിൻ്റെ അകത്ത് കോഷൻ ഓർഡർ, പഴയ കോഷൻ ഓർഡറിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ഇൻഡിക്കേറ്റർ വെക്കുന്നില്ല. അത് ഏത് ഇൻഡിക്കേറ്ററാണ്? പുതിയ ഇൻഡിക്കേറ്റർ, സ്പീഡ് റെസ്ട്രിക്ഷൻ്റെ ഇൻഡിക്കേറ്റർ തപ്പി നമ്മൾ നോക്കുമ്പം പഴയ പെർമനൻ്റ് സ്പീഡിൻ്റെ ഇൻഡിക്കേറ്റർ ഇരിക്കുന്നത് തന്നെ നിങ്ങൾ അതേ നോക്കി വർക്ക് ചെയ്തോണം. സ്പീഡ് എക്സസ് ആയിപ്പോയി, തൊട്ടടുത്ത് വന്നു, ബ്രേക്ക് പിടിക്കേണ്ടി വന്നു, അവിടെയൊക്കെ പുട്ട് ഓഫ് ഡ്യൂട്ടി വെക്കുന്നു, ഗുഡ്സിൽ വർക്ക് ചെയ്യാൻ ഇത് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന CMSൽ കമ്പ്യൂട്ടറൈസ്ഡ് CMSൽ ഈ പറയുന്ന കോഷൻ ഓർഡറിൻ്റെ ഇൻഡിക്കേറ്റർ ഇല്ലാതെ അല്ലേ ഈ പറയുന്ന സ്പീഡ് ഇൻഡിക്കേറ്റർ മാത്രം കാണിച്ചുകൊണ്ടുള്ള കോഷൻ ഓർഡർ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഡേ ടു ഡേ വർക്കിങ്ങിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓർമ്മയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന കാലത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരു ടെമ്പററി പോസ്റ്റ് അല്ല ടെമ്പററി സ്റ്റോപ്പിങ് ഒരു സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് CMS അന്നത്തെ CMS ഈ പറയുന്ന കോഷൻ ഓർഡർ ഇൻഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ലേ? കോഷന് അതിൻ്റെ അകത്ത് കൊടുക്കാം. കോഷൻ ഓർഡറിനകത്ത് ടെമ്പററി സ്റ്റോപ്പുണ്ട്, ഇന്നടത്തുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? അവരത് ചെയ്യുന്നില്ല. അവരേതെങ്കിലും SOPക്കകത്തിട്ടേച്ച് നിങ്ങളത് 2 മാസം മുമ്പ് വൈക്കത്ത് സ്റ്റോപ്പുണ്ട് എന്ന് പറയുകയും ഇന്ന് പോയിട്ട് നിർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ തലയിൽ വരുന്ന രീതി. അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക്കൽ വർക്കിങ്, സ്ഥിരം വർക്ക് ചെയ്യുന്ന ട്രെയിനല്ല പീരിയോഡിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ന് കേരള വർക്ക് ചെയ്തെങ്കിൽ നാളെ വേണാട് വർക്ക് ചെയ്തെങ്കിൽ മറ്റന്നാൾ പാസഞ്ചർ, ഇതിനെല്ലാം വിവിധ സ്റ്റോപ്പിങ്ങാണ്. ഇവിടെയൊക്കെ കമ്പ്യൂട്ടറിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവർ ചെയ്യുന്നില്ലെന്നുള്ള വാസ്തവം. അഡ്വാൻസ് ടെക്നോളജി ഒന്നും ലോക്കോ പൈലറ്റിനെ നമ്മളെ വർക്കിങ്ങിനെ സഹായിക്കുന്ന തരത്തിൽ ഒരു അഡ്വാൻസ് ടെക്നോളജി അവർ തരുന്നില്ലെന്നുള്ളതാണ്. ഉണ്ട്, എല്ലാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന, 1 സെക്കൻഡിനകം ഇതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവർ ചെയ്യുന്നില്ലെന്നുള്ള വാസ്തവം. അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയും അവർ ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മണിസാറടക്കം പറയുന്നത് നമ്മളോട് ഒരു ചിറ്റമ്മ നിയമം. മറ്റ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ശമ്പള സ്കെയിൽ കൂട്ടിക്കൊടുത്താൽ നമുക്ക് വരുന്നില്ല. മറ്റ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം തന്നെ നമ്മുടെ സ്കിഡ് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടില്ല, സ്കിഡ് വെക്കുന്ന ഇത്ര പേര് വെക്കണം. അതിൻ്റെ അകത്ത് ആദ്യത്തെ പേരെഴുതിയിരിക്കുന്ന ALP, രണ്ടാമതാണ് അവിടുത്തെ പോയിൻസ്മാൻ്റെ പേരെഴുതിയിരിക്കുന്നത്, മൂന്നാമതാണ് ഈ പറയുന്ന ഗാർഡിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ആദ്യം ആൾക്കാരെന്ത് പറയും? ALP ഇല്ലെങ്കിൽ മാത്രമല്ലേ ഈ പറയുന്ന അവിടുത്തെ പോയിൻസ്മാനുള്ളൂ എന്നുള്ള ചോദ്യം വരും. ALP എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ALPയുടെ തലത്തിൽ തന്നെ വരുന്നത് ആ രീതിയിൽ ഡിസൈൻ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പറയുന്ന അവിടെ ഡ്യൂട്ടിയിലുള്ള പോയിൻസ്മാൻ്റെ ഉത്തരവാദിത്തം അവൻ ചെയ്യിക്കാതിരിക്കാൻ ALPയുടെ പേര് തന്നെ ആദ്യം എഴുതിയിരുന്നു. അവനും ആർഗ്യുമെൻ്റ്, തൊഴിലാളികളെ തമ്മിലടിപ്പിക്കുക. അതൊരു നിരന്തരം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. തൊഴിലാളികളെ തമ്മിലടിപ്പിക്കുക, യൂണിയനുകളെ തമ്മിലടിപ്പിക്കുക, ആ രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യുക, നമ്മളെ വേറൊന്നിലും ശ്രദ്ധ വരാത്ത രീതിയിൽ, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാത്ത രീതിയിൽ നമ്മുടെ അവകാശങ്ങളാണ് ഒരുത്തരും പഠിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ. അതുപോലെ തന്നെ റെസ്റ്റ് ഇപ്പം കുറച്ചുകൊണ്ട് ഹെഡ് ക്വാർട്ടർ റെസ്റ്റും
ഔട്ട്പേഷ്യൻ റെസ്റ്റും കുറയ്ക്കുന്ന രീതിയിലൊരു പുതിയ ജോയിൻറ്റ് സർക്കിളറൊക്കെ ഇറങ്ങുന്നത്. ഓരോ ഓർഡർ അനുസരിച്ച് നേരത്തെ ഔട്ട്പേഷ്യൻ ഏത് വണ്ടി എന്നാലും 8 മണിക്കൂർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ മാറ്റി അവർ 2-3 ആഴ്ച ഒരാഴ്ചയുള്ള പുതിയ ഓർഡറുകൾ ഇറങ്ങിയിരിക്കുന്നു. 8 മണിക്കൂർ കൂടുതലാണെങ്കിൽ മാത്രം ഔട്ട്പേഷ്യൻ 8 മതി. ബാക്കിയെല്ലാം വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിച്ച് അത് താരതമ്യം ചെയ്തുകൊണ്ട് 5 മണിക്കൂറും 6 മണിക്കൂറും ആക്കി മാറ്റുന്ന രീതി. ഹെഡ് ക്വാർട്ടർ റെസ്റ്റ് പോലെ 12 ഒരു സോണിൽ കൊടുത്തിരിക്കുന്ന 12 മണിക്കൂർ 8 മണിക്കൂർ കുറവാണ് 12 മണിക്കൂർ കൊടുത്താൽ മതി എന്നൊരു ഓർഡർ ഇപ്പോൾ ഇറക്കുന്നു. കാരണം അക്വ ഷോർട്ടേജ് ഏതോ ജീവനക്കാരുടെ വളരെയധികം ഷോർട്ടേജ് വന്നതുകൊണ്ട് തക്കാലം അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സൗത്ത് സെൻട്രൽ സദേൺ റെയിൽവേ കൊടുത്തിരിക്കും. ആ രീതി പല സോണിലും പല ഇത് എല്ലാത്തിൻ്റെയും പേര് പറയുന്നത് എന്തുവാ? അക്വ ഷോർട്ടേജ്, ജീവനക്കാരില്ലാത്ത 6 കൊല്ലമായിട്ട് റിക്രൂട്ട് ചെയ്യാത്ത നമ്മുടെ കുഴപ്പമാണ്. ഈ ഓഫീസർമാരെ ഇവിടുന്ന് കണ്ടം കെട്ടി വിടേണ്ട അത്യാവശ്യമല്ലേ? നമ്മൾ ആ രീതിയിൽ കുറേ പോസ്റ്റ് ഇരിക്കണം. 5-6 കൊല്ലമായിട്ട് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരാരാണ്? അവരെ നടപടിയെടുക്കാൻ. ഇന്ന് ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ സദേൺ റെയിൽവേ അടക്കം എല്ലാ സോണിലോട്ടും ഞാൻ 10 രൂപ കൊടുത്ത് അയക്കുന്നുണ്ട്. ആരാണ് റിക്രൂട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്തം? ഓഫീസർ. എന്തുകൊണ്ടാണ് 5 കൊല്ലമായിട്ട് റിക്രൂട്ടിങ് നടത്താത്തത്? ഇവർക്ക് പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവരിങ്ങോട്ട് തരട്ടെ ചുടയുണ്ടെങ്കിൽ അത് കൊടുക്കണം, കൊടുത്തേ തീരൂ. കാരണം അത്രയും ഇതാണ്. ഏതെങ്കിലും GM-ൻ്റെ പോസ്റ്റ് ഒഴിവില്ല, ഏതെങ്കിലും ഒരു DRM-ൻ്റെ പോസ്റ്റ് ഒഴിവില്ല, ഒരു സീനിയർ DE-യുടെയും പോസ്റ്റ് ഒഴിവില്ല. ഇവിടെ ഒഴിവുള്ളത് ജോലി എടുക്കേണ്ട ജീവനക്കാരുടെ ഒഴിവാണ് മുഴുവൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം, തൊഴിലാളികളെ ബോധ്യപ്പെടുത്തണം. ആ രീതിയിൽ നമ്മുടെ തൊഴിലാളികളെ ഇനിഷ്യേറ്റീവ് കൂടുതൽ പറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സംഘടനാ ശക്തി വളർത്തണം. അങ്ങനെയൊക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട പ്രവർത്തനം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ ഇത് കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് 3-4 കൊല്ലമായിട്ട് നമ്മുടെ സർഗസംഗമം അടക്കം പ്രോഗ്രാമുകൾ നടക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബിരുദനുണ്ടായിരുന്നു ER ജയരാജ്. ER ജയരാജിൻ്റെ ഒരു കമൻറ്റ് കാരണമാണ് നമ്മൾ ആ സർഗസംഗമം നല്ല സിംഗി നിന്ന സർഗസംഗമം അവസാനം തൊഴിലാളികൾ നമ്മുടെ സഹപ്രവർത്തകർ പോകേണ്ടി വന്നത്. കാരണം ആ രീതിയിലുള്ള കമൻറ്റ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ട് ആണ്. അതൊക്കെ മാറി ഇനിയും നമ്മൾ സർവീസിലുള്ള നിങ്ങൾ സാഹിത്യകാരന്മാരും പാട്ടുകാരും ഒക്കെ തന്നെ ഓരോരുത്തർ നമ്മുടെ തൊഴിലാളികൾ എല്ലാം ഒരേ രീതി ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ല. എൽമണി സാറിനെ പോലെ റോളിയെ പോലെ ഒന്നും ഫുൾ ടൈം പ്രവർത്തകരല്ല. ചിലർ സ്പോർട്സിനകത്തായിരിക്കും പ്രവർത്തനം, ചിലർ പാട്ടിലായിരിക്കും, ചിലർ മറ്റുള്ള രീതിയിലായിരിക്കും, എഴുത്തുകാരായിരിക്കും. എല്ലാവരുടെയും അവരവരുടെ ഫീൽഡിൽ തന്നെ ആ മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് അവരുടെ മേഖലയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം നമുക്ക് നമ്മുടെ സംഘടനയ്ക്കും തൊഴിലാളികൾക്കും സഹപ്രവർത്തകർക്കും ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അതിനു വേണ്ട അവസരം നമ്മൾ ALRC അവരെ വളർത്തിയെടുക്കാൻ വേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ തീരൂ. എപ്പോഴും കമ്മിറ്റികളും ബഹളം കൊണ്ടും മുദ്രാവാക്യം വിളിക്കും മാത്രമല്ല നമ്മുടെ പ്രവർത്തകരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളിലായാലും ഫാമിലി കാര്യങ്ങളിലായാലും സംഘടനകൾ ഇടപെടാനും അതിൻ്റെ അകത്ത് വേണ്ട സഹായങ്ങൾ ചെയ്യാനും സാമ്പത്തികപരമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കാനും എല്ലാത്തിനും നമ്മൾ തയ്യാറാവണം. അതിന് മുന്നോട്ട് വരാൻ സർഗസമൂഹം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സർഗസംഗമം നടത്തിക്കൊണ്ട് മാത്രം നമ്മുടെ സംഘടനാ വർക്ക് നിൽക്കത്തില്ല. കാരണം അവരേതായാലും സർഗസംഗമം നടത്തുന്ന പാട്ട് നടത്തുന്നവർ ഒരിക്കലും വന്ന് മുദ്രാവാക്യം വിളിക്കാൻ ചിലപ്പം കിട്ടിയെന്നിരിക്കില്ല. അവരെ ആ രീതിയിൽ തന്നെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്ത് മാറ്റിയെടുക്കണം എന്നുള്ള മാത്രമാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സജീവ് ഇനിയും വരും കാലഭാവിയിൽ നമ്മുടെ വീട്ടിലിരുന്നായാലും നമുക്ക് വേണ്ടി നല്ല രീതിയിൽ എഴുതാനും ഒക്കെ തയ്യാറാകണം. ഈ അറിവുകൾ കുറേ അറിവ് കിട്ടിയിട്ട് കാര്യമില്ല. ഒത്തിരി അറിവുള്ളവരുണ്ട്. 2-3 PhD എടുത്തവർ അല്ലെ ഡിഗ്രി എടുത്തവർ നമ്മുടെ കൂടെയുണ്ട്. അഡ്വക്കറ്റ് ഉണ്ട്. ഈ അഡ്വക്കറ്റ് വെറുതെ ഇരിക്കുന്ന നേരത്തിന് 10 കേസ് കൊണ്ടേ കൊടുക്കരുതോ? ഇരിക്കുന്ന പുറകിലിരിപ്പുണ്ട് ചിരിച്ചോണ്ടിരിക്കുക റിട്ടയറായിട്ട്. എന്തർത്ഥത്തിലായിരിക്കുന്നത്? എന്തെങ്കിലും പ്രയോജനം കിട്ടണ്ടേ? കുട്ടികൾക്ക് മാത്രം പോരാ. നിങ്ങൾ 1-2 ഉള്ളൂ. ഒരാൾ ഡബിൾ MA-കാരാ. ഇവിടെ ഇരുന്ന നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഡ്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ അറിവ് നമ്മൾ ഏതായാലും മരിക്കുമ്പോൾ ഈ അറിവോട് കൂടി മരിച്ചിട്ട് കാര്യമില്ല. 10 പേർക്ക് പറഞ്ഞു കൊടുക്കാനും 10 പേർക്ക് വേണ്ടി പ്രയോജനം ചെയ്യാനും വേണ്ട. ആ കോടതി 10 പ്രാവശ്യം പോയി ലോക്കർ നിഷാഫിന് വേണ്ടി 2-3 സ്വകാര്യ അന്യായം ഈ പൊതു താല്പര്യം ഹർജി കൊടുക്കാമല്ലോ. വേറെ ചിലവ് ഉണ്ടല്ലോ. ഞാൻ G. രവീന്ദ്രൻ ഇപ്പോൾ പാസ്സായി വരുന്നുണ്ട്. രവീന്ദ്രനോട് പറഞ്ഞു, രവീന്ദ്രൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവനെ ചൂടാക്കിയാലും പൊതു താല്പര്യ ഹർജി സ്വന്തമായിട്ട് ഞങ്ങൾക്കോ കയറാൻ പറ്റില്ല. അവർക്ക് ഈ അഡ്വക്കേറ്റുമാർക്ക് കൊണ്ട് പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കാം. കുറേ കഴിയുമ്പോൾ കുറേ എഴുതും. രവീന്ദ്രൻ ചെയ്താൽ തീരൂ. കാരണം രവീന്ദ്രൻ പാസ്സായിട്ടെ എത്രയായി? 3 കൊല്ലമായി അല്ലേ? 1 കൊല്ലം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വരും. 6 മാസം കൂടെ ഉള്ളൂ. തീർച്ചയായിട്ടും പൊതു താല്പര്യ ഹർജി സ്വയം അഡ്വക്കേറ്റ്
കൊടുക്കാമല്ലോ. കയറി നിന്ന് സംസാരിക്കാൻ പറയാം. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ 35 കൊല്ലം വർക്ക് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് എന്നും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത അഡ്വക്കേറ്റുമാരും ജഡ്ജിമാരും അവിടെ മൈൻഡ് ചെയ്യും. ആ രീതി നമ്മളെ സഹായിക്കാൻ പറ്റുന്നവർ ആ രീതി സഹായിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ സജീവിന് എല്ലാവിധ ആശംസകളും കുടുംബത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സഹാക്കളെ, ഒരു കാലത്ത് സർഗസഭത്തിൻ്റെ അമരക്കാരിൽ 2 പേരായിരുന്നു രവീന്ദ്രൻ ചേട്ടനും സജീവും. രവീന്ദ്രൻ ചേട്ടൻ സംസാരിക്കും. സഹാക്കളെ, ഇത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 2015 നമ്മുടെ ഈ ബിൽഡിങ് സ്ഥാപിതമാകുമ്പോൾ സോമൻ പറഞ്ഞ ഐഡിയയാണ് ഈ സർക്കസ് സംഘം. നമ്മളെ സ്ത്രീജനങ്ങളെയൊക്കെ നമ്മുടെ യൂണിയനുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കണമെന്ന് സോമൻ്റെ ആശയമാണ്. അങ്ങനെയാണ് ഈ സർക്കസ് സംഗമം രൂപം കൊള്ളുന്നത്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ട് ഒരു കോർഡിനേറ്ററിനെ കണ്ടുപിടിച്ചത് നമ്മുടെ സജീവിലാണ്. സജീവ് സദ്ഗമയ എന്നുള്ള നാമം നമ്മളുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഉറപ്പിച്ച് തന്ന ഒരു ദീർഘകാല ഒരു സാഹിത്യ എന്താ പറയുക യാത്ര. അതാണ് നമ്മളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിനെ പതിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററും ഞാൻ ചെയർമാനും ആകുന്നത്. ഞാൻ തമിഴിൽ എനിക്ക് മലയാളം അത്ര വഴങ്ങില്ലെങ്കിലും മലയാളത്തിൽ കവിതയൊക്കെ എഴുതുമെന്നല്ലാതെ വലിയ സ്റ്റാൻഡേർഡെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തമിഴിൽ എനിക്ക് പറ്റും. അപ്പോൾ എന്തായിരുന്നാലും സോമൻ പറഞ്ഞ് നീ ചെയർമാനും സജീവ് കോർഡിനേറ്ററും ആയാൽ മതി, നമുക്കത് സംഘടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ സർക്കസ് സംഗമത്തിൻ്റെ പരിപാടികൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ആരെയൊക്കെ ഇതിൽ കോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ഈ നമ്മളെ ടെക്നിക്കൽ കേഡറിൻ്റെ അകത്ത് എത്ര പേരെ ഇതിൽ കിട്ടും എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് അതിൻ്റെ. അപ്പോൾ ഈ വെറുതെ കുറച്ച് പാട്ട് പാടുന്നതല്ല നമ്മുടെ സർക്കസ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാട്ട് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ അട്രാക്ഷൻ വരുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് കുറേ സ്ത്രീകളെ അത് കൊണ്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും സാഹിത്യപരമായിട്ട് അട്രാക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിൽ ട്രിവാൻഡ്രം ഡിവിഷനിൽ ഒത്തിരി സാഹിത്യകാരന്മാരുണ്ട്. അവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരു ആശയം കൂടെ അതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യം സർക്കസ് സംഗമത്തിന് വലിയ റോളൊന്നുമില്ല. പക്ഷേ അത് സക്സസ് ആയിട്ട് 2019 വരെ കൊണ്ടുപോകാൻ അത് വളരെ ശക്തമായിട്ട് നമുക്ക് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സർക്കസ് സംഗമം നടത്തുവാനും ആ പീരീഡിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് സ്ത്രീജനങ്ങൾ പുതിയതായിട്ട് നമ്മളുടെ മേഖലയ്ക്ക് ഈ ഓഫീസിൽ വന്നിരിക്കാനും അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകാനുമുള്ള ഒരു കാരണമായി തീർന്നിട്ടുണ്ട് സർക്കസ് സംഗമം. അപ്പോൾ ഞങ്ങൾ ഹരികുമാറിനെ വിളിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് കുറച്ച് പേരെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയും സജീവ് കുറച്ച് പേരെ വിളിക്കും, ഞാൻ കുറച്ച് പേരെ വിളിക്കും, ഹരി കുറച്ച് പേരെ വിളിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് PK സുരേഷ് ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേര്. അപ്പോൾ ഞാൻ ഓരോരുത്തരായ പേര് പറയുന്നില്ല. അപ്പോൾ ഈ സാഹിത്യപരമായിട്ടുള്ള ബന്ധമുള്ള എല്ലാവരെയും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. അപ്പോൾ സ്ത്രീകളുടെ ടീച്ചേഴ്സായിട്ടുള്ളവരെയൊക്കെ നമ്മൾ ബിതയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബിതയൊക്കെയാണ് അതിൻ്റെ നമ്മുടെ പ്രദീപിൻ്റെ അതുപോലെ ആശ ടീച്ചർ, അവരൊക്കെയാണ് ഇതിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അവർ കൂടുതൽ മുമ്പോട്ട് വരികയും സ്ത്രീകൾ കൂടുതൽ മുമ്പോട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിൽ ചേരുകയും ചെയ്യും. അപ്പോൾ NV ജോണിൻ്റെ വൈഫായാലും പുഷ്പയായിരുന്നാലും ഒത്തിരി പേര് അങ്ങനെ കളക്റ്റായി അങ്ങനെ ഒരു വലിയ സംരംഭമായിട്ട് അത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് വരുമ്പോഴും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, വർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അത് കുടുംബത്തിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ പോയാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അത് അവരിവിടെ പൊതുവായിട്ടുള്ള വേദികളിൽ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കൂടുതൽ ഗ്രഹിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അവർക്ക് നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് എപ്പോഴും പറയുന്നത് ഒരു ഉപദേശമായിട്ട് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ഇയാൾ എപ്പോഴും നോക്കിയിരുന്നാൽ ഈ ഉപദേശം പറച്ചിലാണ്, ഇയാൾ വന്ന് കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മുറി പൂട്ടി ഡാർക്ക്നെസ് ഉണ്ടാക്കി ഉറങ്ങുന്നത് കളിയാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സർക്കസ് സംഗമത്തിലൂടെ അവർ കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ തമ്മിൽ ഫാമിലിയിൽ അടുക്കുകയും കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
നമ്മുടെ മനസ്സിൻ്റെ വികാസം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ ഒരിക്കലും ഇല്ലെന്ന് പറയാം. അപ്പോഴൊന്നും വാട്സപ്പൊന്നും ഇല്ലല്ലോ, പിന്നെയാണ് അത് ഡെവലപ്പായി വന്നത്. വാട്സപ്പിൽ വരികയും പിന്നെ വാട്സപ്പിൽ കൂടെ നമ്മൾ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുകയും അപ്പോൾ സദ്ഗമയുടെ സജീവിൻ്റെയൊക്കെ പുതിയ സാഹിത്യ പിന്നെ സൃഷ്ടികൾ വരികയും ഒക്കെ ഒരുപാട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് നമ്മുടെ പിന്നെ ഈ വെൽക്കം സോങ്, നമ്മുടെ വിടരട്ടെ സൗഗന്ധിക പൂക്കളും. എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് സജീവിന് ഈ അസുഖം വന്നപ്പോൾ ഞാൻ ഓർമ്മിച്ച ഒരു സംഭവമുണ്ട്. അത് നിങ്ങളുമായിട്ട് ഞാൻ പകരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കന്യാകുമാരി ജില്ലയിൽ ദേശീയ കവിമണി ദേശീയ വിനായകം പിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് DVD സ്കൂൾ എന്ന് പറഞ്ഞ നാറൂരിൽ നമ്മളിപ്പം ഒരു സ്കൂളിലൊക്കെ കാണാം, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു, ഹെഡ് മാസ്റ്ററായിരുന്നു, ടീച്ചറായിരുന്നു, ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയറായി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം ഈ സ്മോൾ പോക്സ് വന്നിരുന്നു, നമ്മുടെ ചിക്കൻ പോക്സ് പോലെയുള്ള മറ്റേ പുള്ളി വരുന്ന ഒരു സംഭവം. അപ്പോൾ അത് വന്നപ്പോൾ പുള്ളി എഴുതിയ ഒരു കവിതയാണ് എനിക്ക് സജീവിനി അസുഖം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് ഈ സാഹിത്യകാരന്മാർ എന്ന് വെച്ചാൽ സജീവിനെ പോലെയുള്ള സാഹിത്യം, എന്നെ പോലെ അല്ല കേട്ടോ, സജീവിനെ പോലെയുള്ള സാഹിത്യകാരന്മാർക്ക് അഡീഷണലായിട്ട് ഇതുപോലെ എന്തെങ്കിലും വന്നാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഷയമായിട്ട് അവരെടുക്കാറില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സജീവ് ഇപ്പോഴും എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എനിക്ക് അപ്പോഴും ഓർമ്മ വന്നതെന്ന് ഞാൻ പറഞ്ഞാണ്. ആ അസുഖമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കവിത രസകരമായിട്ട്, അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കവിതയായിട്ട് ഞാൻ പറയാം. അദ്ദേഹം പറയുകയാണ് ഈ ശരീരത്തിൽ വന്ന പൊള്ളലുകളെക്കുറിച്ച് പറയും. മുത്ത് പവിഴം മുഴുവൈരം മാണിക്യം പത്തി ഒളി വീസ് പതക്കമെല്ലാം സിത്തൻ ചിരങ്കപ്പരായൻ സിറിയേൻ എനക്ക് തരം കണ്ട് തന്ന ധനം എന്ന് പറയുന്നത്, എനിക്ക് തന്ന ധനം എന്തായിട്ടാണ് തന്നിരിക്കുന്നത്? മുത്തും പവിഴവും വാരി എൻ്റെ ശരീരം മുഴുവനും വിതർത്തിയിരിക്കുകയാണ് സർവേശ്വരൻ എന്ന് പറഞ്ഞാണ് അതിനെ സ്വീകരിക്കുന്നത് അദ്ദേഹം. അതുകൊണ്ട് ഇതെനിക്ക് കൂടുതൽ എഴുതാനായിട്ടുള്ള ഉദ്വേഗം, എനിക്ക് കൂടുതൽ എഴുതാനായിട്ടുള്ള ആവേശം തരിക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ സജീവിൻ്റെ വാക്കുകൾ വീണ്ടും സദ്ഗമയുടെ വരികൾ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടപ്പോൾ എനിക്ക് അതാണ് പിന്നെ ഓർമ്മ വന്നത്. അപ്പോൾ കൂടുതൽ പുള്ളി സംസാരിക്കുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുത്തിൽ കൂടുതൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യും. വേണു പറഞ്ഞ പോലെ കൂടുതൽ പിന്നെ എഴുതാൻ കഴിയട്ടെ, കൂടുതലായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്നാണ് സോമൻ പറഞ്ഞത്. എനിക്കിവിടെ പിന്നെ ഈ സർക്കസ് സംഗമം തുടങ്ങുമ്പോൾ ഒരു വലിയ വിഷമം ഉണ്ടായിരുന്ന കാര്യമുണ്ടായിരുന്നു. ഒരുപാട് പേര് എതിർത്ത് പറയുന്ന ഒരു ശീലമുണ്ട് നമ്മളുടെ ഇടയിൽ. ഈ സർക്കസ് സംഗമം പാട്ടും കൂത്തുമാണ് നമ്മളുടെ ജോലി എന്നുള്ള രീതിയിൽ ഒരു കമൻസ് പറഞ്ഞ് നമുക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അതല്ല. പക്ഷേ എത്രത്തോളം അത് സാഹിത്യപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പ്രയോജനപ്പെട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി പേര് പിള്ളേരെയും കൊണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അത് നമുക്കിപ്പോഴ് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് ഫങ്ഷൻസ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള ഇന്ന് സ്ത്രീകൾ വന്ന് ഫ്രീ ആയിട്ട് പാടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് സർക്കസ് സംഗമമാണ് ഉണ്ടാക്കിയെടുത്തത്. അത് എന്തായിരുന്നാലും യൂണിയന് മുതൽക്കൂട്ടയായിട്ടുള്ള ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയമില്ല. അത് സർഗവാസനകളുടെ പാട്ടായിരുന്നാലും ശരി, എഴുത്തായാലും ശരി, കൂടുതൽ കാര്യങ്ങൾ അതിൽ പിന്നെ കവിതയായാലും ശരി, നമുക്ക് സർക്കസ് സംഗമത്തിൽ അത് എഴുതാനും ആശയം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും, കുറച്ച് പേരൊക്കെ ക്രിറ്റിസിസമൊക്കെ ചെയ്യും. അതൊക്കെ ലോകത്തുള്ള ഒരു കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എനിക്ക് രാവിലെ വായിച്ച ഒരു വാചക ഓർമ്മ വരെയാണ്. ഈ എന്താ മ്യൂണിഫിഷ്യൻസ് ഈസ് ദ ബെറ്റർ വേ ടു മാഗ്നിഫിഷ്യൻസ് എന്ന് പറയും. മ്യൂണിഫിഷ്യൻസ് അത് നല്ല ഒരു റൈമിങ് വേർഡ്സായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ അത് പറയുകയാണ്. മ്യൂണിഫിഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ജനറോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലുണ്ടാവണം. നമുക്ക് ജനറോസിറ്റി എന്ന് പറയുന്നത് ALRCക്ക് പറയേണ്ട കാര്യമില്ല, ജനറസ് ആണ്. ALRC ജനറോസിറ്റി ഇല്ലാത്ത ഒരു സംഘടനയല്ല. അത്രയ്ക്ക് ജനറോസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ ഇത്രയും ഒരുപാട് പേരെ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുകയും ഒരു ജനറോസിറ്റിയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നിലകൊള്ളുന്ന ഒരു യൂണിയനായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെക്രട്ടറി ഒരു വാചകം ഇടുമ്പോൾ തന്നെ ഇത്രാം തീയതിക്കകത്ത് ഈ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആ ഫണ്ടിലേക്ക് വരുന്ന കളക്ഷൻസ് നമ്മളുടെ ജനറോസിറ്റിയാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാം അറിയാം, നമ്മൾ പറയാതെ തന്നെ അത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അഫക്റ്റഡ് ആയിട്ടുള്ള ഓരോരുത്തർക്കും എത്ര ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നമ്മുടെ ALRC നിന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും, അനുഭവിച്ചവർക്കും മറ്റുള്ളവർക്കും. അത് വളരെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഇന്നും കണ്ടിന്യൂ ആകുന്നു. സർഗസംഗമത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ അതിലേക്ക് കൊണ്ടുവരികയും
കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന രീതിയിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും അത് സംഘടിപ്പിക്കുകയും വേണം. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോകുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മൾ കൂടുതൽ നമുക്ക് ശക്തി പ്രാപിക്കേണ്ട ഒരു എന്താ പറയുക കാറ്റലിസ്റ്റായിട്ട് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിനെ കാറ്റലിസ്റ്റായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ സോമൻ പറഞ്ഞത് കേസ്, അത് ഒരു 6 മാസം കൂടെ കഴിഞ്ഞാൽ സോമനും ഈ മണിസാറും പറയും പോലെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർ പറയും പോലെ ഞാൻ പ്രവർത്തിക്കും, അത്ര എനിക്കതിൽ ഉറപ്പുണ്ട്. അതവർ പറയുന്ന പോയിൻറ്റ്സ് അവിടെ ചെന്ന് പറഞ്ഞാൽ പോരെ, എന്നെക്കാട്ടും നല്ല അറിവുള്ളവരില്ലേ. അപ്പോൾ അത് ഒരിക്കലും പുറകോട്ട് പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് LRC എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവശ്വാസമാണ്. അപ്പോൾ അതൊരിക്കലും നമുക്കത് മാറിപ്പോകാനൊന്നും പറ്റില്ല. അവർ പറയുന്നത് കേൾക്കും, അവർ പറയുന്ന പോലെ പ്രവർത്തിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ആകണം എന്നാണ്, ഒരു സർവീസായിട്ട് ആ എൻ്റെ മേഖലയെ ഒരു മാറ്റിയെടുക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കൊരു കാശുണ്ടാക്കണമെന്നോ അതിൽ നിന്നൊരു ഗെയിൻ കിട്ടേണ്ടതിൻ്റെ കാര്യമില്ലല്ലോ. നമുക്ക് ഈശ്വരൻ നമുക്ക് പെൻഷൻ തരുന്നുണ്ട്, അത് മതിയാവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത്തരമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ആകണമെന്നാണ് വിശ്വാസം. എന്തായാലും ഞാൻ സജീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പുസ്തകങ്ങൾ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അതിലുള്ള ഈടുപാട് എന്ന് വെച്ചാൽ അതിലുള്ള കൂടുതലായിട്ടുള്ള ഇൻ്റലിജൻസ് അത് ഏറ്റവും മഹത്തരമാണ്. വായിക്കാൻ പറ്റുന്ന മനുഷ്യനെ 10 പ്രസംഗം കേൾക്കുന്നതും ഒരു പുസ്തകം വായിക്കുന്നതും ഈക്വലാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതൽ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ കൂടുതൽ എഴുതാൻ കഴിയട്ടെ. ഈ പറഞ്ഞ പോലെ രണ്ടുപേര് പറഞ്ഞതുപോലെ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നമുക്ക് ഒരു വർഷത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ കൃതികൾ വരാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന്. സജീവ് ഫാമിലിയെ കൊണ്ടുവന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. വൈഫിനെ കൂടെ കൂട്ടാമായിരുന്നു. അവർക്ക് എന്തായിരുന്നാലും വന്ന് നമുക്ക് LRCക്ക് ഇത്രയും വർഷം ഒരു ഗ്യാപ്പ് വന്നിട്ട് പോലും സജീവിൻ്റെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട്, സർക്കസ് സംഗമത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ടും യൂണിയന് വേണ്ടി നിന്നക്കൊണ്ട ഒരുപാട് സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കാണിച്ച മനസ്സിന് ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും സജീവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. അടുത്തത് സ്വീകരണ പരിപാടിയാണ്. എറണാകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആദരവാണ് ആദ്യം നൽകുന്നത്. ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് TC സുന്ദരം ഷാൾ അണിയിച്ച് മൊമെൻ്റോ നൽകുന്നതിന് വേണ്ടി സഖാവ് എൽമണി സാറിനെ ക്ഷണിക്കുന്നു. വിടരട്ടെ സൗഗന്ധിക പൂകൾ, നമ്മിരുണരട്ടെ സൗഹൃദ പൂക്കൾ, ഉയർത്തിപ്പിടിക്കു സഖാക്കളെ നമ്മെ ഉണർത്തുമീ ധീര പതാക, വിളിക്കൂ സഖാക്കളെ ഒറ്റനായിരം. ഡിവിഷണൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് NN ഗിരീഷ് കുമാർ ക്ഷണിക്കുന്നു. NCJ ബ്രാഞ്ചിന് വേണ്ടി സഖാവ് ശാന്തകുമാർ. ഇരുൾ കീറിപ്പായുവാൻ ചിന്തയ്ക്കു നീരും വളവുമായെന്നും ഈ ഊർജം, കൊല്ലം ബ്രാഞ്ചിന് വേണ്ടി സഖാവ് ഹരീഷ്. വിളിക്കൂ സഖാക്കളെ ഒറ്റനായിരം, ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. ട്രിവാൻഡ്രം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ജോണി തോമസ്. ലോകം മുഴുവനുറങ്ങുമിരവിലും തേർത്തെളിക്കുന്നവർ നമ്മൾ, ലോകം മുഴുവനുറങ്ങുമിരവിലും തേർത്തെളിക്കും. പെൻഷേഴ്സ്
അസോസിയേഷന് വേണ്ടി സഖാവ് ജോസഫ് സാർ. ആഴ്ചയ്ക്കൊരു ദിനം വിശ്രമം നേടുവാൻ ഓർവിളി തീർത്തുവോർ നമ്മൾ വിളിക്കൂ സഖാക്കളെ ഒറ്റ നായിരം ALRSA സിന്ദാബാദ് ALRSA സിന്ദാബാദ്. ചുവപ്പുവെട്ടം താണ്ടിയെത്തും ദുരന്തത്തിൽ താങ്ങായി എന്നും ഈ കൂട്ടം. ചുവപ്പുവെട്ടം താണ്ടിയെത്തും ദുരന്തത്തിൽ താങ്ങായി എന്നും ഈ കൂട്ടം. അധികാരഗർവിൻ കരിങ്കൽ തുറുങ്കും തകർക്കുന്ന മിന്നൽ പ്രവാഹം വിളിക്കൂ സഖാക്കളെ ഒറ്റ നായിരം ALRSA സിന്ദാബാദ് ALRSA സിന്ദാബാദ്. അനന്തമായി നീളുന്ന പാത പോലെ അടുത്തത് തീരാതെ നീളുന്ന ജി രവീന്ദ്രൻ സാർ. ജോലി നേരം അനന്തമായി നീളുന്ന പാത പോലെ തീരാതെ നീളുന്ന ജോലി നേരം നീതി തൻ മൂശയിൽ വാർത്തെടുക്കാൻ തീ കൊളുത്തുന്നവർ നമ്മൾ. വിളിക്കൂ സഖാക്കളെ ഒറ്റ നായിരം സഖാവ് കെ എസ് മനോജ് ഒരു ഉപഹാരം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ജോസഫ് പാട്ടശ്ശേരി. സഖാവ് KP പുരുഷോത്തമൻ. ചേരുന്ന വെണ്മ പോലെ സ്വപ്നങ്ങളൊന്നാകും ഈ സംഗമം. ജാതി മതവർഗ ഭേദമില്ലാതെ ഒത്തൊരുമിക്കുക നമ്മൾ. സഖാവ് EG രാജേഷ്. കൂടാരച്ചോട്ടിലേക്കെന്നപ്പോൾ കൂടാം നമുക്കൊത്തു ചേരാം. വിളിക്കൂ സഖാക്കളെ സഖാവ് KS മനോജ് ഒരു ഉപഹാരം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ജോസഫ് പാട്ടശ്ശേരി. വേറെ ആരെങ്കിലും ഉപഹാരം ഷാളണിയിക്കുന്നെങ്കിൽ എത്താം. ഉയർത്തിപ്പിടിക്കൂ സഖാക്കളെ നമ്മി ഉണർത്തുമീ ധീര പതാക. വിളിക്കൂ സഖാക്കളെ ഒറ്റ നായിരം ALRSA സിന്ദാബാദ് ALRSA സിന്ദാബാദ് ALRSA സിന്ദാബാദ് ALRSA സിന്ദാബാദ്. പെൻഷൻ റിഹേഴ്സലിന് വേണ്ടി ജോസഫേട്ട സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ C. സതീഷ്, നമ്മുടെ പ്രിയങ്കരനായ എൽമോണി സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ വിശിഷ്ട വ്യക്തി സജീവ് സദ്ഗമയ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ഈ അവസരത്തിൽ. വിടരട്ടെ സൗഗന്ധിക പൂക്കൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് നമ്മൾ കേട്ടതാണല്ലോ. അതിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോർബൻ്റ് വോൾക്കാനോ, ഉറങ്ങിക്കിടക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ തിളച്ചിലില്ലേ ഞാനതിൽ കാണുന്നു. ഉള്ളിൽ ഒരു മോൾട്ടൺ സ്റ്റേജിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഒരു സൗമ്യമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഭാഗം ഞാൻ അദ്ദേഹത്തിൽ ഓർത്തു പോവുകയാണ്. പുറത്തേക്ക് വരണം,
നിശബ്ദമായിട്ടാണെങ്കിലും എഴുത്തിലൂടെ സർവശക്തിയും സംഭരിച്ച് പഴയതിനേക്കാൾ ഊർജ്ജസ്വലനായി തിരിച്ചു വരണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. 99കളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ഏകദേശം 6 വർഷക്കാലം എൻ്റെയൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഒന്നിച്ച ട്രെയിനുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ ചെറുപ്പക്കാരനെ വളരെയധികം ശ്രദ്ധയോടെ വാച്ച് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ഇല്ലാത്ത കനത്ത ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത്രയും സൗമ്യമായ ഒരു പ്രതിസ്ഫുരണമായിരുന്നു ബാഹ്യമായി നമ്മൾ കണ്ടുവന്നിരുന്നത്. എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വടിവുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിൻകാലത്ത് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തിനുണ്ടായി. എങ്കിലും അത് ഒരിക്കലും ശാശ്വതമായി കണക്കാക്കരുത്. ഞങ്ങളുടെ പെൻഷൻ സെൽ ഇവിടെയുണ്ട്, ഞങ്ങളുടെ ഭാഗമാകണം. നിശബ്ദരായ ആളുകളാണ് അതിൽ നല്ലൊരു ശതമാനവും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ. പിന്നെ ALRS എന്ന് പറയുന്ന ആ തറവാട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഇക്കാര്യത്തിൽ പല കോലാഹലങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾ തനിയെ പോയിക്കൊള്ളാം, ഞങ്ങൾക്ക് ഒരു റിസപ്ഷനോ ഞങ്ങൾക്കൊരു ഇതും വേണ്ട, ഞങ്ങൾ വേറെ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം തറവാടായ ALRSയിൽ ഇറങ്ങിപ്പോവുക വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത് ഞാൻ സജീവനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. KS മണി സാർ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചെക്കനോട് പറയണം അദ്ദേഹത്തിൻ്റെ സ്നേഹാദരങ്ങളും അന്വേഷണങ്ങളും നന്മകളും എല്ലാം അദ്ദേഹത്തിന് നേരുന്നതായിട്ട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അത് ഞാനിവിടെ കാഴ്ചവെക്കുകയാണ്. പിന്നെ എല്ലാ പെൻഷൻകാരെയും ALRS ചേർത്ത് പിടിക്കുന്നു. ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്കൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ALRSയുടെ ആ ചേർത്ത് പിടിക്കലിനെ ഞങ്ങൾ പ്രത്യേകം വളരെയധികം വിലമതിക്കുന്നു. ഞങ്ങൾ ALRSയുടെ കൂടെ തോള് ചേർന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് രാവിലെ എൽമണി സാർ പറഞ്ഞു, എടാ നമുക്കതാണ് വേണ്ടത്, നമുക്ക് ഉള്ള ഊർജം അവർക്ക് പകരുക, അവർക്കുള്ള ഊർജം നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ ALRS പോലെയുള്ള സംഘടന ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ശാക്തീകരണവും തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തിരിച്ച് ഞങ്ങൾ നല്ലൊരു പബ്ലിക് PR ഏജൻസി പോലെ പബ്ലിക് റിലേഷൻസ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആ ഒരു ബഹുമാനവും കാര്യവും ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ് ALRSക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും എല്ലാ ആയുരാരോഗ്യവും സജീവനും കുടുംബത്തിനും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സജീവിനെ പറ്റി ഒരു വീഡിയോ ആൻഡോ റെഡിയാക്കിയിട്ടുണ്ട്, അത് ഇപ്പോൾ അവതരിപ്പിക്കും.
തൊടാനായി ഒരു മരച്ചില്ല കൊതിച്ചു പോയി. നീയാം നീലിമ എന്നെ പൊതിഞ്ഞാൽ ഞാനൊരു ചില്ലയായി പൂത്തുലയും. രാവിൻ നിലാവല കൈകളിൽ പൂത്തു തൈമുല്ലകളും. കവിതകൾ പാടുന്ന കരിയില കുരുവികൾ മിഴിപൂട്ടി മെല്ലെയുറക്കമായി. കവിതയായി നിന്നെന്നിൽ നിറയുമെങ്കിൽ ഒരു മുളം തണ്ടായി ഞാൻ പാട്ടുമൂളും. രാവിൻ നിലാവല കൈകളിൽ പൂത്തു തൈമുല്ലകളും. താനേ ശ്രുതി മീട്ടി പാടിയോ പൂങ്കുയിലാർദ്രമായി. പൂക്കാത്തതെന്തേ എൻ പാരിജാതം, കേൾക്കാത്തതെന്തേ ഈ പ്രണയഗീതം. രാവിൻ നിലാവല കൈകളിൽ പൂത്തു തൈമുല്ലകളും. എന്റെ മൗനങ്ങളെ ചേർത്തു വെച്ചൊരു മഹാമൗന വാത്മീകത്തിലേക്ക് പോകട്ടെ ഞാൻ. ഭഗ്നനിദ്രാശകലങ്ങളാൽ തീർത്തൊരു മഹാനിദ്ര സാഗര ചുഴിയിൽ മുങ്ങട്ടെ ഞാൻ. കാണാതെ കേണു തിരയേണ്ടതില്ലാരും ഞാൻ വരും മണ്ണിലെ പൂവായി വിരിഞ്ഞിടും. ഓർത്തോർത്തു നെഞ്ചിലെ കനലരിക്കേണ്ട ഞാൻ വരും വിണ്ണിലെ താരച്ചിരാതുമായി. ഞാൻ വരും വിണ്ണിലെ താരച്ചിരാതുമായി. തീക്കടൽ കടഞ്ഞെടുത്ത തീക്ഷ്ണ സമരചാരുതേ നമ്മയൊന്നായി ചേർത്തണയ്ക്കും മുഗ്ധവാത്സല്യമേ. തീക്കടൽ കടഞ്ഞെടുത്ത തീക്ഷ്ണ സമരചാരുതേ നമ്മയൊന്നായി ചേർത്തണയ്ക്കും മുഗ്ധവാത്സല്യമേ. ഇരുളകറ്റും വഴിവിളക്കായി തെളിയണം ചിരം, ഇരുളകറ്റും വഴിവിളക്കായി തെളിയണം ചിരം. ഇനിയുമേറെ കാതമുണ്ടി സമരപാതയിൽ, സമരപാതയിൽ, സമരപാതയിൽ.
ഹൃദയമേ നീ കരയാതിരിക്കുമോ? ചഞ്ചല ചിത്ത പ്രണയിനിയോടൊത്ത് ചഷകനിദ്രയിൽ കാലിടറുന്നുവോ? തപ്തമാനസങ്ങളിലേക്കിറ്റു വീഴുന്ന മഴനീർ തുള്ളികളാണ് സൗഹൃദങ്ങൾ. വേനലിൽ വരണ്ടു കീറുമ്പോഴും ഒട്ടൊന്നും പെയ്യാതെ ആ മഴമേഘങ്ങൾ അകന്നു പോകുന്നതെന്താണ്? എള്ളും എണ്ണയും എരിയുന്ന കനലും മനം മടുപ്പിക്കുന്ന ഏതോ സാമ്രാണിഗന്ധവും എന്നേ ചുറ്റിപ്പിണയുന്നു. പെയ്യാതെ പൊഴിയാതെ നെഞ്ചിൽ കുടുങ്ങിയൊരു ഘനശ്യാമം ചിതയിലെറിയുന്നു. ഘനശ്യാമം ചിതയിലെറിയുന്നു. സജീവിൻ്റെ രചനകളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ കണ്ടത്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൻവർ. ഇന്നത്തെ വിശിഷ്ടാക്തി ശ്രീ കെ സജീവ്, LRSയുടെ സമാധാരണീയായ നേതാക്കന്മാരെ, അംഗങ്ങളെ, 1999 ഞങ്ങൾ ഈറോഡ് ALP ആയിട്ടുള്ളപ്പോഴാണ് സജീവിൻ്റെ ബാച്ച് അവിടെ ജോയിൻ ചെയ്യുന്നത്. സജീവിൻ്റെ ബാച്ച് അവിടെ ജോയിൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ബാച്ചിലുള്ളവർക്ക് പാലക്കാട്, ഷൊർണൂരിലേക്കൊക്കെ മറ്റ് ഡിപ്പോകളിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിനൊരു പകരക്കാരായിട്ട് വന്ന ബാച്ചാണ് ഈറോഡ് സജീവിൻ്റെ ഗ്രൂപ്പ്. അന്ന് മുതൽ സജീവിനെ വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങൾ വന്നതിന് ശേഷം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം സജീവും അവരുടെ ഗ്രൂപ്പും TVC ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ വരികയും അങ്ങനെ കൂടുതൽ അടുത്തിടപഴകാനും സഹകരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി. ആ സമയങ്ങളിലാണ് സജീവിൻ്റെ സാഹിത്യപരമായ കഴിവുകൾ എനിക്ക് ബോധ്യപ്പെടുന്നത്. ഞങ്ങൾ ഒന്നിച്ചുള്ള ട്രെയിൻ യാത്രകളിലൊക്കെ സജീവുമായിട്ട് ഞാൻ ഇത്തരം വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അതുപോലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം, കഥ, കവിത, എല്ലാ മേഖലകളിലും, സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ ശോഭിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റാഫാണ്, അതിൻ്റേതായ സമയക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള വേദികൾ കുറവാണ്. അതിൻ്റെ ആ കാരണം കൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന മേഖലയിൽ എത്തിച്ചേർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു ചെയിനായിട്ടിപ്പം കാണിച്ച ഈ പ്രോഗ്രാമിൽ നിന്നുള്ള ആ വരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഏതായാലും അദ്ദേഹം ഭാഗ്യവാനാണ്. LRS എന്ന് പറയുന്ന സംഘടന ഉള്ളിടത്തോളം കാലം അദ്ദേഹം രചിച്ച തീം സോങ് നിലനിൽക്കും. ഞാനും നിങ്ങളും എല്ലാം ഒരുപക്ഷെ LRS എന്ന് ഇല്ലാതാവും. നമുക്ക് മരിക്കുന്നത് വരെ നമ്മളെ
ഉള്ളൂ. പക്ഷേ അദ്ദേഹം എഴുതിയ ആ വരികൾ ALRS ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് തന്നെയാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇനി ഒരു രചന ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തീം സോങ് ALRSയുടെ തീം സോങ് തന്നെ നമുക്കിപ്പോൾ 2-3 തീം സോങ്ങാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഉദാഹരണം KPSCയുടെ ഒരു തീം സോങ് ഉണ്ട്, ബലി കുടീരങ്ങളെ എന്നുള്ള ഒരു വയലാർ എഴുതിയതാണ്. എൻ്റെ അറിവ് ശരിയാണ്, 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് അതിലെ രക്തസാക്ഷികളെ ഓർമ്മിക്കാൻ വേണ്ടി വയലാർ എഴുതി G. ദേവരാജൻ സംഗീതം കൊടുത്തതാണ്. അതൊന്ന്. രണ്ടാമത് കലാനിലയം നാടകവേദിയുടെ ഒരു തീം സോങ് ഉണ്ട്, സൽക്കര ദേവിതൻ എന്ന് പറഞ്ഞിട്ട്, പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. അതിനോടൊപ്പം നിലനിൽക്കുന്ന അത്രയും ഒരു ട്രേഡ് യൂണിയൻ ഒരു തീം സോങ് സാധാരണ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ ALRS എല്ലാ മേഖലയിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു തീം സോങ് ഇപ്പോൾ NGO യൂണിയൻ, NGO അസോസിയേഷനൊക്കെ പോലെ 5 ലക്ഷം 4 ലക്ഷമൊക്കെ അംഗങ്ങളുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ കേരളത്തിലുണ്ടെങ്കിലും 100-500 പേര് മാത്രമുള്ള തിരുവനന്തപുരം ഡിവിഷനിലെ മറ്റുള്ള ഭാഗത്തെ ഞാൻ പരിഗണിക്കുന്നില്ല. നമ്മൾ ചെയ്തു കൂട്ടാത്ത കാര്യങ്ങളില്ല. അതിലൊരു ഭാഗമാണ് സജീവം നമുക്കതിനോടൊപ്പം ചേർന്ന് നിന്ന് ആ വരികൾ എഴുതുകയും അത് എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, പല സ്ക്രിപ്റ്റും തിരുത്തിയിട്ടുണ്ട് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് മേഖലയിൽ അദ്ദേഹം കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കൂടുതൽ അതിലേക്ക് കഴിയാൻ പറ്റിയില്ല. അതിനോടൊപ്പം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അവിടുന്ന് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം രണ്ടാമത് പോയ മേഖലയിലൊന്നും നമ്മൾ കൊടുത്ത അത്രയും സപ്പോർട്ട് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. ഏതായാലും ഇനിയുള്ള കാലം അദ്ദേഹം വായനയും രചനയും ഒക്കെ ആയിട്ട് ഷൈൻ ചെയ്യട്ടെ. ALRSയുടെ ഇനിയുള്ള പ്രോഗ്രാമുകളിലെല്ലാം പൂർണ്ണമായിട്ട് സഹകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തും. CLI സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായി ഇതിനകത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടും വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ഇൻഡോർ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഔട്ട്ഡോറിൽ സംസാരിച്ചതിൻ്റെ റിപ്പർക്കഷൻ ഇതുവരെ തീരാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. എന്നാലും സഖാവ് സജീവിൻ്റെ ALRS നൽകുന്ന കൊമേഴ്സ്യൽ ക്ലർക്ക് എന്ന വിഭാഗത്തിലേക്ക് പോയെങ്കിൽ തന്നെയും ALRS എന്ന പ്രസ്ഥാനം നൽകുന്ന ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. സംസാരിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹത്തിന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ALRSയുടെ ആ സ്പാർക്കിൽ വളരെയധികം ഇന്ധനം നിറച്ച ഒരു കവിതയായിരുന്നു സ്കാവിൻ്റെ വിടരട്ട സൗഗന്ധിയം എന്ന് പറയുന്നത്. നമ്മളുടെ ALRSയുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഈ കവിത, ഈ ഗാനം ഒരു തികച്ചും ഒരു നമുക്ക് ALRS സംബന്ധിച്ച് വിപ്ലവഗാനമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും നമ്മൾ ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വിപ്ലവ പാർട്ടിക്ക് ഒരു അൺലിമിറ്റഡ് പാത്ത് എന്ന് പറയുന്ന പോലെ നമുക്ക് അത്രയും പരിമിതികളുള്ള ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിപ്ലവഗാനം എന്ന രീതിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ALRS എന്ന പ്രസ്ഥാനത്തെ സമര ഐക്യ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ പ്രോഗ്രാം തുടങ്ങുന്ന ആ ഗാനം സഖാവിൻ്റെ വരികളിൽ, സഖാവിൻ്റെ പേനാത്തുമ്പിൽ ഉയർത്ത് എഴുന്നേറ്റാണെന്ന് അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സഖാവ് പറഞ്ഞതുപോലെ ALRS എന്നുണ്ടോ, എന്നുവരെ ഉണ്ടോ, എന്നുവരെ റെയിൽവേയിൽ നിലനിൽക്കുമ്പോൾ അന്ന് വരെ ഈ ഗാനം ഇനിയൊരു റീപ്ലേസ്മെൻ്റ് ഉണ്ടാകുക അസാധ്യമാണ്. അത്രയ്ക്ക് കാര്യങ്ങൾ റണ്ണിങ് ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വരികൾ നാം എന്നും ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. സഖാവിൻ്റെ നമ്മുടെ വീണ്ടും സാഹിത്യത്തിലേക്കുള്ള ALRS ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മാറ്റമുണ്ടായെങ്കിൽ തന്നെ വീണ്ടും അദ്ദേഹം വളരെയധികം ഊർജ്ജസ്വലനായിട്ട് സാഹിത്യരംഗത്തും കവിതാരംഗത്ത് തന്നെ വരികൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ആ വരികളിൽ തുളുമ്പുന്ന കവിതകൾ നമുക്കറിയാം, വരികളിലെ കവിതകൾ എല്ലാവരും കവിത എഴുതാറുണ്ട്, പക്ഷേ അത് ഗദ്യമായിട്ട് മാറാറുണ്ട്. എന്നാൽ സഖാവിൻ്റെ വരികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അടുക്കും ചിട്ടമുള്ള വരികൾ, വരികളിലെ കവിത, അതാണ് കവിത എന്ന് പറയുന്നത്. ആ കവിത തുളുമ്പുന്ന വരികൾ വീണ്ടും സാഹിത്യരംഗത്തിന് വളരെയധികം സംഭാവനകൾ നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. KG വർഗീസ്.
ഇന്നത്തെ വിശിഷ്ട വ്യക്തി കെ സജീവ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സജീവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. സംഘടനയ്ക്കത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് പറ്റി. പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല, പക്ഷേ സംഘടനയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നുമല്ല സജീവിൻ്റെ ടാലൻറ്റ്, ഇതിനപ്പുറമാണ് സജീവ്. അത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം എഴുതിയ നമ്മുടെ തീം സോങ് പോലും മത്സര രംഗത്തേക്ക് വന്നുപോയി. എന്തുകൊണ്ടാണ്? ഇവിടെ അതിലും അപ്പുറം ആൾക്കാർ ഈ സംഘടനയിലുണ്ട്. അപ്പോൾ ആ മത്സരം വന്നതുകൊണ്ട് അവിടെ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെയും ALRCക്ക് ഒരു 3-4 തീം സോങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആദ്യം ഇറങ്ങിയത് ഇത് തന്നെയാണ്. അപ്പോൾ സജീവിൻ്റെ ടാലൻറ്റ് കണ്ടിട്ടാണ് ഞാൻ അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് അന്വേഷിച്ചിട്ട് ഈ ഒരു സാധനം സജസ്റ്റ് ചെയ്ത് ഇറക്കിയത്. ഇന്നും ഇതിനപ്പുറം കവച്ച് വെക്കാൻ വേറൊരു സോങ് ഇല്ല. അടുത്തത് സജീവ് ചെയ്ത ഓരോ, അതായത് നമ്മുടെ ഫിലിം യൂണിറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സോങ്സ് ഇന്നും പലരും പുറത്തുനിന്ന് എന്നോട് പറയും, നന്നായിട്ടുണ്ട്, ഈ പാട്ട് ആരെഴുതിയേ? മെമ്മറി സജീവ്, എൻ്റെ സുഹൃത്താണ്. ഇതാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. നമ്മൾ കൊടുക്കാത്തൊരു അംഗീകാരമാണ്. ഇന്ന് വരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും സംഘടനാ തലത്തിൽ നമ്മളൊരു അംഗീകാരം കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഒരു പാളിച്ച തന്നെയാണ്. തുറന്നു പറയാൻ ഈ ഒരു അവസരം കിട്ടിയത് നന്നായി. സജീവ് ഇതല്ല, ഇതിനപ്പുറം ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. ഇതിനപ്പുറം സംഘടനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വെബ് സീരീസ് പോലുള്ള സാധനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലുള്ള മാറ്റേഴ്സ് ചെയ്തിട്ട് നമ്മൾ പുറത്തു വിടും. റിട്ടയർ ആയതുകൊണ്ട് ഒരു പക്ഷേ സംഘടനയ്ക്ക് ഗുണമില്ലെങ്കിലും എനിക്ക് ഗുണമുണ്ട്. കാരണം അടുത്ത ഒരു സാധനം, അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഈ മെയ് ഫസ്റ്റ് വീക്കിൽ ഷൂട്ട് ആരംഭിക്കുകയാണ്. ഞാൻ പാലക്കാട് ഷൂട്ടിലായിരുന്നു. പക്ഷേ എന്നാലും ഒരു ദിവസം സജീവിൻ്റെ ഈ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രം വന്നതാണ്. മത്സരം ആവശ്യമാണ് എല്ലാത്തിലും. പക്ഷേ വ്യക്തികൾ എന്താണ്, അവരുടെ കഴിവെന്താണ്, അത് നമ്മൾ മാനിക്കണം, നമ്മൾ തിരിച്ചറിയണം. അയാളൊരു പക്ഷെ മിണ്ടില്ല, സൈലൻ്റ് ആയിരിക്കും, മാറിയിരിക്കും. അതല്ല, ALRC എന്ന സംഘടന എല്ലാവരെയും ഉൾക്കൊള്ളും. ALRCക്ക് തെറ്റുപറ്റാം, പക്ഷെ അതല്ല വിഷയം. നമ്മൾ കൂടെ നിൽക്കുക. ഓരോ വ്യക്തികളുടെ കൂടെയും, റിട്ടയർഡ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കുക. സംഘടന വളരണം. സംഘടനയാണ് വലുത്, അതിനപ്പുറം ആരുമില്ല. എത്ര വലിയ വ്യക്തികളാണേലും പുറത്ത് കളയുക. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സജീവിനെ ഇപ്പം കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. കുറച്ചു കാലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മൂലമുള്ള കാരണങ്ങൾ. പക്ഷേ ഇനിയും സംഘടനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവും, എന്നും എപ്പോഴും. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും തുടർന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് സജീവിൻ്റെ കുടുംബത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. TC സുന്ദരം. ആൻസർ പിന്നെ പറയാം. ബഹുമാനപ്പെട്ട ഈ ആദരവിൻ്റെ അധ്യക്ഷൻ C. സതീഷ്, അതുപോലെ തന്നെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി സജീവ് സദ്ഗമയ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൽമണി സാർ, സോമൻ സാറ്, അതുപോലെ മറ്റെല്ലാ നേതാക്കന്മാരെ, റിട്ടയർഡായിട്ടുള്ള ആൾക്കാരെ, സ്നേഹിതരെ, അംഗങ്ങളെ, നമ്മുടെ മുന്നിൽ ഇന്നിരിക്കുന്ന
നമ്മൾ ഈ ആദരവ് നൽകുന്ന കെ സജീവ് എന്ന സജീവ് സദ്ഗമയ ആക്ച്വലി ഒരു പൊൻ താരകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കെ സജീവ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ALP ആയി വന്ന സമയം മുതൽ പാലക്കാട് ഡിവിഷനിലും ട്രിവാൻഡ്രം ഡിവിഷനിലൊക്കെ ഈ ഇൻക്ലാബിൻ്റെ ഉയരത്തിലുള്ള ഈണം, ഇൻക്ലാബ്സ് എന്താകുന്നത് എത്ര ഉന്നതിയിലായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. എത്ര സ്മാർട്ടായിട്ടായിരുന്നു ആ വിളിച്ചിരുന്നത്, അതോ ആ ഉൾക്കൊണ്ടിട്ട് തന്നെ വിളിച്ചതായിരുന്നു. അതുപോലെ തന്നെയാണ് എത്രയോ പ്രാവശ്യം ഹങ്കർ ഫാസ്റ്റ് അനുഷ്ഠിച്ചിരിക്കുന്നു. ആ ഹങ്കർ ഫാസ്റ്റിലെല്ലാം അദ്ദേഹം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല പ്രാവശ്യം ഹങ്കർ ഫാസ്റ്റ് നമുക്ക് ALRCക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ALRC നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി വർക്ക് ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഒരുപാട് കവിതകൾ ആലപിക്കുമായിരുന്നു. അതുപോലെ ഗുണകരമായ സാഹിത്യ വിമർശനവും നടത്തിയിരുന്നു. അക്കാലത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് റൂമിൽ എത്തിക്കഴിഞ്ഞാലും തീരുന്നില്ല, അവിടെ വീണ്ടും ചർച്ചകളും നിരൂപണങ്ങളും മറ്റോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹം ALRCക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ വിടരട്ടെ സൗഗന്ധിക പൂക്കൾ എന്ന ഗാനത്തിനെ കുറിച്ച് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ റണ്ണിങ് സ്റ്റാഫിൻ്റെയും ചങ്ക് പറിച്ചെടുത്തുള്ള വരികളാണ് അതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം ഡെപ്ത് ഉൾക്കൊണ്ടിട്ടാണ് ആ വരികൾ എഴുതി ചേർത്തിരിക്കുന്നത്. അത് കാലം പോകെ പിന്നെയും മാറ്റ് കൂടി അത് വീണ്ടും മുന്നിലേക്ക് എത്തിച്ചേരും. വീണ്ടും അത് മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത്രമാത്രം ശക്തമായ വരികളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എറണാകുളത്ത് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പല ഉത്സവ പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലെല്ലാം അദ്ദേഹത്തിനെ മുഖ്യ ക്ഷണിതാവായിട്ടും മുഖ്യ പ്രാസംഗികനായിട്ടൊക്കെ നിരന്തരം അദ്ദേഹത്തിന് വേദികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ സമൂഹത്തിൻ്റെ നേരെയുള്ള ചൂണ്ടുവിരലായിട്ടാണ് അദ്ദേഹം അവിടെ എല്ലാം പ്രസംഗം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്നല്ല രണ്ടല്ല എത്ര വേദികളാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ ALP പീരീഡിൽ ഇതെല്ലാം അദ്ദേഹം കൊണ്ടുനടന്നായിരുന്നു. പലപ്പോഴും വീട്ടിൽ പോകാതെ ഡയറക്റ്റ് വേദിയിലൊക്കെ പോയിരുന്നു അച്ഛൻ. എത്ര കവിതകൾ എഴുതിയിരിക്കുന്നു, എത്ര കഥകൾ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ സംഗീതം അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ALRC ഇവിടെ ഈ ALRC ഭവൻ ഉദ്ഘാടനത്തിൻ്റെ അന്ന് കെ രാജഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിൻ്റെ പിന്നിൽ അതിശക്തമായ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സജീവ് സദ്ഗമയ. അദ്ദേഹത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സാഹിത്യരംഗത്ത്, അതായത് നമ്മളിൽ നിന്നുള്ള രചനകളിലെ കവിതയായാലും കഥയായാലും നല്ല ഒന്നാം തരം വൃത്തിയും വെട്ടിപ്പും കൃത്യമായിട്ടും എത്രമാത്രം ശക്തമായിട്ടാണ് ഒരു വിമർശനം നടത്തിയിരുന്നത്, എത്ര ആഴത്തിലുള്ളതായിരുന്നെന്ന് അത് പഴയ ഇപ്പോഴും അവിടെ എടുക്കുന്നുണ്ടാവും സർഗസംഗമ വേദിയിൽ. അതെടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ സർഗസംഗമം തുടങ്ങുന്നതിനായിട്ട് ALRC ഇങ്ങനെ ഒരു ഭവൻ തുടങ്ങിയതിന് ശേഷം സോമൻ സാറിൻ്റെ അഭിപ്രായത്തിലാണ് സർഗസംഗമം എന്ന ആശയം ഉദിച്ചത്. അദ്ദേഹം KS മണി സാറിനോടും L മണി സാറിനോടും റോളി സാറിനോടും എല്ലാം പങ്കുവെക്കുകയും മറ്റു നേതാക്കന്മാരോടൊക്കെ ചർച്ച ചെയ്തപ്പോൾ ശരി, നല്ലൊരു കാര്യം, അത് തുടങ്ങട്ടെ. അതിൻ്റെ
അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മികച്ച ALRSക്ക് മികച്ച വ്യക്തികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം മികച്ച വ്യക്തികളെ വാർത്തെടുത്ത് സംഘടനയെ നയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെയാണ് സർഗസംഗമം ഫോം ചെയ്യുകയും ഇവിടെ ഒരുപാട് ഇപ്പോഴും വേര് പിടിച്ച് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർഗസംഗമത്തിൻ്റെ നേതാക്കളായിട്ട് ഫോം ചെയ്തതിൽ ആദ്യ ഒരു വ്യക്തി സജീവ് സദ്ഗമയാണ്. അതിനോടൊപ്പം തന്നെ ഉദയപ്രവൻ സാറുണ്ടായിരുന്നു, G. രവീന്ദ്രൻ സാറുണ്ടായിരുന്നു. ഇവർ 3 പേരായിരുന്നു ആദ്യം ഇതിൻ്റെ തേരാളികളായിട്ട് നിന്നത്. അതിനുശേഷം പിന്നീട് പലരും ഏറ്റെടുത്തു. സജീവ്സിൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കഥകളും മാത്രമല്ല, അദ്ദേഹം ഒരു ഒന്നാന്തരം സിനിമാ പിന്നണി പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം ALRSയുടെ ആദ്യ യൂട്യൂബിൽ റിലീസ് ചെയ്ത പുനർജനിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുനർജനി KG വർഗീസ് സാറും ഉദയപ്രഭൻ സാറും കൂടിയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ കള്ളക്കത്തുകൾ എന്ന രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിൽ അതേ ടീമിൻ്റെ ആയിരുന്നെങ്കിലും സംഭാഷണം രചിച്ചത് സജീവ് സദ്ഗമയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് V. ഗോപകുമാർ സാറിൻ്റെ കൂടെ സജീവ് സദ്ഗമയും കൂടി ചേർന്ന് നിർമ്മിച്ച ഒന്നാണ് ഹൃദന്തം എന്ന ഷോർട്ട് ഫിലിം. മൂന്നാമത് KGയുടെ കൂടെ തന്നെ വിവാഹിതരുടെ പ്രണയം എന്ന സിനിമ വീണ്ടും സൃഷ്ടിച്ചായിരുന്നു. ആ സിനിമ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സിനിമയോട് കടപിടിക്കുന്ന രീതിയിലാണ് അതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദന്തം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിനിമയിൽ ആദ്യ സിനിമയായ കള്ളക്കത്തിലും രണ്ടാമത്തെ ഹൃദന്തത്തിലും മൂന്നാമത്തെ വിവാഹിതരുടെ പ്രണയത്തിലായാലും ഞാൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദന്തത്തിൽ എന്ന സിനിമയ്ക്ക് എവിടെയെല്ലാം മത്സരിക്കാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം 1-ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. 1-ാം സമ്മാനം മാത്രമല്ല ആ പടത്തിന്, ആ സിനിമയ്ക്ക് എവിടെയെല്ലാം മത്സരിച്ചു അവിടെ നിന്നെല്ലാം നിരൂപണ പ്രശംസ കിട്ടി. അത്രയേറെ ഡെപ്തുള്ള ഒരു സിനിമയായിരുന്നു ഹൃദന്തം. അതിൽ നായകനായി അഭിനയിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു. അത് ഞാൻ ഈ സമയം അദ്ദേഹത്തിനോട് നിങ്ങളോടും ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് കഥ രചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന ഒരു അസുഖം പിന്നീട് ചെറിയത് കൂടെ സജീവ് രചിച്ച വിടരട്ട സൗഗന്ധിക പൂക്കൾ എന്ന ഗാനം ഇവിടെ ഹരീഷും അജിയും അവതരിപ്പിക്കും. സലോമാർ സാക്കളി ഹലോ 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 സാക്കളി 1999 മധുരയിൽ നിന്നും
അതേപോലെ തിരുവനന്തപുരത്ത് നിന്നും 2 ബാച്ചായിട്ട് ഈറോഡ് ജോലി ആരംഭിച്ചവരാണ് ഞങ്ങൾ. സജീവിൻ്റെ ഒരു ബാച്ചും ജിപ്സനും ഞങ്ങളുമൊക്കെ ഉള്ള ഒരു ബാച്ചുമായിട്ട് ആരംഭിച്ചതാണ്. അന്ന് മുതൽ ഇന്നോളം ഒരേ ബാച്ച് പോലുള്ള ഒരു സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തു വരികയാണ്. ഇനിയുള്ളൊരു കാര്യം, സജീവിൻ്റെ അനുവാദം ചോദിക്കാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ബാച്ച് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള RC-യിലും ഏകദേശം ഒരുമിച്ചൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഒരു GRS RC നടക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ALRCയുടെ ഈ തീം സോങ്ങിനെ പറ്റിയും അതിൻ്റെ ശക്തിയെ പറ്റിയും എല്ലാവരും വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും അതിനെപ്പറ്റി വാദോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീവ് അവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അതേ അർത്ഥത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ബാക്കിലിരുന്നത്. അതിന് കാരണം, വിടരട്ടെ സൗഗന്ധിക പൂവുകൾ എന്ന ഗാനം സജീവ് എഴുതിയത് ആദ്യമായി വായിച്ച ആൾ ഞാനാണ്. ആദ്യമായി സംഗീതം കൊടുത്ത് പാടിയ ആൾ ഞാനാണ്. GRS-ൽ എല്ലാവരും ഞങ്ങൾ അടുത്തടുത്ത റൂമുകളിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചും പറഞ്ഞുമൊക്കെ, പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് തന്നെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത്. പോയി വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഉറങ്ങാമെന്ന് കരുതി കിടക്കാൻ തുടങ്ങിയപ്പോൾ സജീവ് ഒരു പേപ്പറുമായിട്ട് വരുന്നു. അതിന് എന്ത്, എടാ ഇത് നീ പാടണം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 8 വരിയുണ്ട്. ഈ പാട്ടിൻ്റെ ആദ്യത്തെ 8 വരിയാണ് അതിലുള്ളത്. നീ ഇത് പാടണം. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഉറക്കം വരുന്നു, പിന്നെ നമുക്ക് പാടാം. അല്ല, നീ ഇത് പാടണം. അളി, എനിക്കത് സംഗീതം കൊടുക്കാനോ പാടണമെന്ന് അറിയത്തില്ല. സത്യമായിട്ട് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇത് പാടിയേ പറ്റൂ. അന്നേരം തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യത്തോടെയാണ് അത് തുടങ്ങിയത്. സജീവിൻ്റെ റൂമിൽ ഞങ്ങൾ 2 ഉള്ളൂ. ഞങ്ങൾ 2 റൂമിൽ ഇരുന്ന് 12-12:15 രാത്രി അങ്ങനെ പാടുകയാണ്. അന്നിപ്പോൾ പാടിയപ്പോൾ ഇതിനെപ്പറ്റി ABCD അറിഞ്ഞുകൂടാ. പിന്നെ സജീവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ വരി ആദ്യമായിട്ട് ഞാൻ പാടും. വിടരട്ടെ സൗഗന്ധിക പൂവുകൾ, നമ്മിലുണരട്ടെ സൗഹൃദ പൂക്കൾ എന്നും പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത്. അതിന് ചെറിയ വ്യത്യാസം വർഗീസിന് അവരെ എല്ലാം കൂടെ ചെറിയ വ്യത്യാസം വരുത്തി വേറെ സംഗീത സുഖം കൊടുക്ക് ആ പാട്ട് നിറയ്ക്കുക. അങ്ങനെ ആ പാട്ട് സജീവിൻ്റെ പാട്ടിനോടൊപ്പം ഇത് പറയുമ്പോൾ ആദ്യമായി കണ്ട ആളെന്നും ആദ്യമായി പാടി ആളെന്ന രീതിയിൽ സത്യമായി വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു നിമിഷമാണിത്. ഞങ്ങളിത് അതിനൊന്ന് ഇത് പാടി പിന്നീടൊന്ന് പ്രാക്ടീസ് ചെയ്തില്ല. ഞങ്ങളെല്ലാവരും ആ പാട്ട് ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വീണ്ടും പാടുകയാണ്. ഇത് പറഞ്ഞതിന് സജീവിനോട് അനുവാദമില്ലാതെ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു. ഹലോ 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 ഡിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. പിടിച്ചോ ചേട്ടൻ, രണ്ടുപേരും ഒരുമിച്ച് എടുത്തങ്ങ് പിടിച്ചോ. അല്ലെങ്കിൽ ഈ 2 പേർക്ക് ഓരോ വൈകി കിട്ടണം. അല്ലെങ്കിൽ ഹലോ 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 സൗഗന്ധിക പൂവുകൾ, നമ്മിലുണരട്ടെ സൗഹൃദ പൂക്കൾ. ഉയർത്തിപ്പിടിക്കൂ സഖാക്കളെ നമ്മെ.
ഉണരട്ടെ സൗഗന്ധിക പൂവുകൾ, നമ്മിലുണരട്ടെ സൗഹൃദ പൂക്കൾ. ഉയർത്തിപ്പിടിക്കൂ സഖാക്കളെ നമ്മെ ഉണർത്തുമീ ധീര പതാക. വിളിക്കൂ സഖാക്കളെ ഒറ്റ നാവായി നാം ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. ഇരുൾകീറിപ്പായുവാൻ ചിന്തയ്ക്കു നീരും വളവുമായെന്നും ഈ ഊർജം. ഇരുൾകീറിപ്പായുവാൻ ചിന്തയ്ക്കു നീരും വളവുമായെന്നും ഈ ഊർജം. അനീതിയോടേൽക്കാൻ കരുത്തായി കരുതലായി എന്നും ഈ കൂട്ടായ്മ മാത്രം. വിളിക്കൂ സഖാക്കളെ ഒറ്റ നാവായി നാം ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. ലോകം മുഴുവനുറങ്ങുമിരവിലും തേർതെളിക്കുന്നവർ നമ്മൾ. ലോകം മുഴുവനുറങ്ങുമിരവിലും തേർതെളിക്കുന്നവർ നമ്മൾ. ആഴ്ചയ്ക്കൊരു ദിനം വിശ്രമം നേടുവാൻ പോർവിളി തീർക്കുവോർ നമ്മൾ. വിളിക്കൂ സഖാക്കളെ ഒറ്റ നാവായി നാം ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. ചുവപ്പുവെട്ടം താണ്ടിയെത്തും ദുരന്തത്തിൽ താങ്ങായി എന്നും ഈ കൂട്ടം. അധികാരഗർവിൻ കരിങ്കൽ തുറുങ്കും തകർക്കുന്ന മിന്നൽ പ്രവാഹം. വിളിക്കൂ സഖാക്കളെ ഒറ്റ നാവായി നാം ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്. അനന്തമായി നീളുന്ന പാത പോലെ, അനന്തമായി നീളുന്ന പാത പോലെ, തീരാതെ നീളുന്ന ജോലി നേരം. അനന്തമായി നീളുന്ന പാത പോലെ, തീരാതെ നീളുന്ന ജോലി നേരം. നീതിതൻ മൂശയിൽ വാർത്തെടുക്കാൻ തീ കൊളുത്തുന്നവർ നമ്മൾ. വിളിക്കൂ സഖാക്കളെ ഒറ്റ നാവായി നാം ALRSA സിന്ദാബാദ്, ALRSA സിന്ദാബാദ്.
ഇല്ലില്ല. സാകളെ ഒരു 5 നിമിഷം കൂടി വെയിറ്റ് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു. ഈ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് സജീവിനെ ക്ഷണിക്കും. അത് സ്വീകരണം സഹകളെ, അധ്യക്ഷൻ സതീഷ്, എൽമണി സാറ്, മറ്റ് എല്ലാ കൂട്ടുകാരും, എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, എത്ര സമയം ഇടയ്ക്ക് ബ്രേക്കാവും, അതാണ് പ്രശ്നം. എനിക്ക് ഈ കാറ്റഗറിയിൽ നിന്ന് പോയതിന് ശേഷം 7 വർഷത്തോളം ആകുന്നു. ഇപ്പോൾ ഇതിന് ശേഷം വീണ്ടും എന്നെ ഓർക്കുകയും ഇവിടെ വിളിച്ച് ഇങ്ങനൊരു സ്വീകരണം തരാൻ വേണ്ടി സന്മനസ് കാണിച്ച നിങ്ങൾ എല്ലാവരോടും ആദ്യമായി നന്ദി പറയുന്നു. സത്യത്തിൽ ഞാൻ ഏലാഴ്ചയുടെ കടക്കാരനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മ തീർച്ചയായും കടമാണ്. ഒരു പാട്ട് അതെങ്ങനെ ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഓർത്തു വെച്ചു. ഹരീഷ് കുമാർ പറഞ്ഞത് സത്യമാണ്. ശരിയായിട്ടും സതീശൻ അത് പറയണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സതീശൻ തന്നെ പറഞ്ഞു, എൻ്റെ പണി കുറഞ്ഞു. അത് ആദ്യം പാടുന്നത് സതീഷ് തന്നെയാണ്, ഹരീഷാണ്. അതിനുശേഷമാണ് ഇവിടെ വന്ന് പിന്നീട് KG വർഗീസ് കേട്ട് വരുന്നത്. അത് അപ്പോൾ ഞങ്ങൾ സതീഷ് പാടുന്ന സമയത്ത് ഏറ്റവും വരികയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പാട്ടാക്കണം, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു പാട്ടാക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പിന്നീട് 4 സ്റ്റാൻസ് കൂടെ ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഗാനമായി. അപ്പോൾ അതിന് ആദ്യം പാടിയ ആളെന്നുള്ള സതീഷിനോടും പിന്നെ ചിട്ടപ്പെടുത്തി KG വർഗീസിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നൊരു കാര്യം, സമയം കൂടിപ്പോയി. അതിൻ്റെ അന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ എല്ലാവരും സാധാരണ ജീവിതത്തിൽ കുറച്ച് അഹങ്കാരം, കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു നല്ലപോലെ എന്നും ഞാൻ പറയുന്നതാണ്. മിക്കവാറും പറയുന്നത് അങ്ങനെയൊന്നുമില്ല, വളം വെക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്നാ പറയുന്നത്. അപ്പോൾ ഈ സംഘടനയ്ക്കകത്ത് ഞാനും സജീവമായി നിൽക്കും. മിക്കവാറും പരിപാടികളിലും ഉദ്യോഗം വിളിക്കും, പോസ്റ്റർ എഴുതി വെക്കും, നമ്മുടെ പണി. പിന്നെ ഈ അന്ന് ഗോപകുമാറും പിന്നെ വിനോദും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളോട് ആലോചിക്കാറുണ്ട്, ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. നമ്മളതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയും. അവിടെ ആവുന്ന കാര്യങ്ങളിൽ അവരോടൊപ്പം പോവും. മറ്റ് ടാക്ടിഫിളായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേതാക്കന്മാർ ചെയ്യും. പുറകിൽ നിന്ന് ഉള്ള പണിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ പോയി ഇവിടെ ALRS വിട്ടു, ഇത് വിട്ടുവെങ്കിലും നമ്മൾ ഈ കുറ്റിയെ കെട്ടിയ പൈകളൊക്കെ ഇവിടെ തന്നെ വരും, കറങ്ങത്തിരി. അവിടെ ചെന്ന് വേറെ സംഘടന DRI പോയി ചേർന്നു. അവിടെ നമ്മളുടെ സഹോദര സംഘടന എന്നുള്ള രീതിയിൽ DRI ചേർന്നപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ALRSക്കാരനാണ്. നമ്മുടെ മനസ്സിലെപ്പോഴും കിടക്കുന്ന ALRS. അവിടെയും ഇതുപോലെ തന്നെ ഒരു ഗാനം DRIന് വേണ്ടി എഴുതിയപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു. ഇവിടെ ഈ
റെയിൽവേ കല്യാണ മണ്ഡലത്തിൽ വെച്ചിട്ട് സ്വീകരണവും ഇതൊക്കെ നൽകി. നല്ല പാട്ടാണ്. അവർ തന്നെ പാട്ട് മറന്നുപോയി. അവർ തന്നെ ആ പാട്ട് മറന്നുപോയി. ഏത് പാട്ടാന്ന് പോലും അവർക്കറിയില്ലേ. അത് റെക്കോർഡ് ചെയ്താ, നല്ലപോലെ റെക്കോർഡ് ചെയ്തു, പാട്ടായിട്ട് ഉപയോഗിച്ചു. അവർ കുറച്ചാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ കാര്യം മറന്നുപോയി. പാട്ട് മറന്നുപോയി, പാട്ട് എഴുതിയ ആളെ മറന്നുപോയി. ഇല്ല പോയി. അപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് പാട്ട് ഓർക്കുകയും അതിന് മുമ്പെഴുതിയ പാട്ടുകൾ നമ്മളിപ്പോൾ ഓർക്കി ആദരിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ പറയാൻ വന്നത് എനിക്ക് ഇത് കുറച്ച് ഓർമ്മപ്പച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടായില്ല, കുറച്ച് മറന്നു പോകും. എൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് 14 ദിവസം ICU കിടന്നു. ബോധം ഉണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു ദിവസം നടന്നു പോയിക്കാം. ഈ സമയത്ത് ഇവരൊക്കെ പറയുന്നത് കേൾക്കാം. ആദ്യം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ട്. അപ്പോഴും ഇവർ പറയുന്നത് നമുക്ക് ബോധമില്ല. ഇവർ പറയുന്നു നമ്മളെ MRI ചെയ്യാൻ വേണ്ടി കയറ്റിയപ്പോൾ തന്നെ അവർ പറയുന്നത് ബോധമില്ല എന്ന് പറഞ്ഞ സമയത്താണ്. അവർ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാം, എനിക്ക് ബോധമുണ്ട്. അപ്പം ഞാൻ 2 ദിവസം കുഴപ്പമാണ്, ഇവൻ വരുന്ന കാര്യം പാടാണ് എന്ന രീതിയിൽ. അപ്പം ഞാനും ഓർത്ത് ശരി, ഞാൻ ചിലപ്പോൾ ചത്തു പോകുമായിരിക്കും. അപ്പോഴും എന്തുകൊണ്ടോ നമ്മൾ ചിലപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈ പാലത്തെ നിൽക്കുന്ന പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാൻ പറ്റില്ല. അപ്പോഴും എനിക്ക് യഥാർത്ഥ വലിയ പേടിയൊന്നും തോന്നില്ല എന്നുള്ള വസ്തുത. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, അവൻ കയറി വരും, മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് അനങ്ങാൻ പറ്റില്ല. 14 ദിവസം കിടന്നു. ഈ 14 ദിവസം നമ്മൾ മാത്രമാണ് കിടക്കുന്നത്. ഒരു നേഴ്സ് വരും, വന്ന് കാര്യങ്ങളൊക്കെ നോക്കും, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ വൈഫിന് കയറ്റും. 5 മിനിറ്റ് പുള്ളിക്കാരി വരുമ്പോഴും ഞാൻ 2 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും പൊക്കോന്ന് പറയും. ഇത് ബാക്കി സമയം മുഴുവൻ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് നോക്കി കിടക്കാം. അതിൻ്റെ ഈ മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി എല്ലാം കറങ്ങുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഇങ്ങനെ. അങ്ങനെ 2 ആഴ്ച. ഈ സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ അഹങ്കാരം, നമ്മുടെ മനസ്സിലുള്ള മോശസ്വഭാവം, നമ്മൾ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത് ആലോചിക്കും. നമുക്ക് ബോധമുള്ളതുകൊണ്ട് ഇതൊക്കെ ആലോചിക്കും. നമ്മൾ ആൾക്കാരുടെ മോശമായി പെരുമാറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പിന്നെ കള്ളവാനും മോശം വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. പിന്നെ പെരുമാറ്റിയിട്ടുണ്ട് പലർക്കും. പിന്നെ ദേഷ്യത്തോടുകൂടി പെരുമാറിയിട്ടുണ്ട്, ഇടക്കിട്ടുണ്ട്. ഞാനിത് ആലോചിച്ചു, ഇതുകൊണ്ട് എന്ത് പ്രയോജനം? എന്താ ഉണ്ടാക്കി? ഒന്നും ഉണ്ടാക്കില്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ ഒന്ന് ഒഴിയോ. ഇതല്ലാത്ത വേറൊരാളാകും. ഒരാളെ ഞാൻ തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ ഒഴിഞ്ഞൊരു മനുഷ്യനാണ്. ഒഴിവ് ഉള്ളിടത്ത് ആ നിറവുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ആരെയൊക്കെ വഴക്കിട്ടാലും നമ്മൾ കേൾക്കും, ശരി, എല്ലാവരും പറയുന്നത് ശരിയായിട്ട് തോന്നുന്നു. അതൊരു നല്ല നമ്മളൊരു രോഗം വരുമ്പോൾ ഈ രവീന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ, ആരുടെയോ കവിയുടെ കാര്യം പറഞ്ഞ പോലെ രക്തങ്ങളും മുത്തുകളും എന്ന് പറഞ്ഞത് അതുപോലെയാണ്. നമുക്കൊരു വലിയ അസുഖം വരുമ്പോഴാണ് നമ്മൾ, ചെറിയ അസുഖങ്ങളൊക്കെ വരും, നമ്മുടെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കിടക്കുമ്പോൾ നമ്മൾ ഈ ജീവിതത്തെ കാണുന്നത്, ജീവിതത്തിൽ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒഴിവ് ഉള്ളവനാകുക. ഇപ്പോൾ നിറവ് വരും എന്നാവും. എന്തായാലും നമ്മളെ ഓർത്തതിനും ആദരിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. സാകളെ, ഈ യോഗം അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് E.G. രാജേഷ് ക്ഷണിക്കും. സുഹൃത്തുക്കളെ, എൻ്റെ വളരെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. സജീവിന് വേണ്ടി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കതൊരു വിഷമമാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത്ര നേരമായിട്ട്. അപ്പോൾ സജീവിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ കേട്ട ഒരു കവിതയിലെ ഒരു ഭാഗം, അതായത് തീക്ഷ്ണമായ വേനലിൽ ഉരുകി ഒലിക്കുമ്പോഴും മഴയായിട്ട് പെയ്യാത്ത സൗഹൃദത്തിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു. അതിൻ്റെ ഒരു നായകനാണ് ഇരിക്കുന്നത്. അങ്ങനെ സൂയിസൈഡ് ചെയ്തൊരു നായകനാണ് നമ്മുടെ പുറകിലിരിക്കുന്നത്, നമ്മുടെ TC സുന്ദരം. അതിൽ ഞാനും ഉണ്ടായിരുന്നു ആ സൗഹൃദത്തിൽ കേൾക്കാൻ തയ്യാറാവാത്തൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് ആ ഡോക്യുമെൻ്ററിയായിട്ട് ബന്ധപ്പെട്ട്
അന്ന് ആ ഒരു ഷോർട്ട് ഫിലിമിൽ പുള്ളി പറയുമ്പോൾ അത് എടാ പോടാ എന്ന് പറഞ്ഞ് പുള്ളിയെ ഓടിച്ചു വിട്ടൊരു മനുഷ്യനാണ് ഞാനും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ സൗഹൃദങ്ങളും കൂട്ടായ്മകളും അങ്ങനെയല്ല എന്ന് സജീവ് പറഞ്ഞു. നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരുപാട് വിലയുണ്ട്. നമ്മുടെ ALRS എന്ന പ്രസ്ഥാനത്തിന് ഭയങ്കരമായ നമ്മളെ ചേർത്ത് നിർത്താൻ പറ്റിയൊരു വിലയുണ്ട്. അപ്പോൾ സജീവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, അതായത് അഹംഭാവത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആശുപത്രി കിടന്ന കാര്യങ്ങൾ നമുക്കും അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. ശരി, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ സജീവിനെ പറ്റി ഞാൻ പറയുന്നത്, സജീവിൻ്റെ സർഗാത്മകതയെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നത്, സജീവിനെ പോലെ സർഗാത്മകതയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും സർഗാത്മകത എന്ന് ഞാൻ പറയുന്നത് നമുക്ക് ബേസിക്കലായിട്ട് കിട്ടുന്നതാണ്, ജനിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. ആ കിട്ടുന്ന നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഏറ്റവും ശക്തമായി സർഗാത്മകതയുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ സജീവനെ കണക്കാക്കാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, നമ്മൾ ഓരോ പാട്ടുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ അത്രയധികം വായനയുള്ളത് കൊണ്ട് പദസഞ്ചയം ഭയങ്കരമാണ്. നമ്മളത് വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി എഴുതിയ ആ പാട്ട് നമ്മൾ 1-2 പ്രാവശ്യം കേട്ടാൽ നമ്മുടെ തന്നെ മനസ്സ് നിറയും. ശരിയല്ലേ? അപ്പോൾ അത്രയ്ക്കും സർഗാത്മകമുള്ള മനുഷ്യനെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്കറിയില്ല. ആ മനുഷ്യൻ തന്നെ അയാളുടെ സർഗാത്മകത എത്രത്തോളം പ്രയോജനപ്പെടുത്തിയിടുന്നു നമുക്കറിയില്ല. ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം ഇപ്പോഴും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു പാട്ട് എഴുതിക്കൂടെ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിക്കൂടെ? നിങ്ങൾക്ക് കഴിയും. അതായത് ഒരു സന്ദർഭത്തിനനുസരിച്ച് ഇതുപോലെ പാട്ടെഴുതുന്ന, ഇതുപോലെ സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ പ്രവഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ടാവും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചുള്ള കാര്യമായിരിക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ആശുപത്രി കിടക്കുമ്പോഴോ മരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ആദ്യമായി ALRS ബാലിറക്കിയ ഷോർട്ട് ഫിലിമിൽ തിരിച്ചു വരാൻ കഴിയാത്തൊരു മനുഷ്യനെ അവിടെ നിന്ന് ഒരു വണ്ടി വർക്ക് ചെയ്ത് തിരിച്ചു വിടുകയാണ് ഈ റോഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് സജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെയല്ലായിരുന്നു ഈ ഷോർട്ട് ഫിലിം നമ്മൾ എടുക്കേണ്ടത്. ഈ ഷോർട്ട് ഫിലിം എടുക്കേണ്ടത് ഈ മനുഷ്യൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനൊരു മരണം സംഭവിച്ചു എന്നറിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒരു ALRS ഒരു പതാക, ഈ പതാക കാണുമ്പോൾ പുള്ളി അതിനെ കൈ പോയി കാണിച്ചിട്ട് ഇറങ്ങിപ്പോറണമായിരുന്നു. വർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ ഒരു ട്വിസ്റ്റ് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണ്, അത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ, കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി നമ്മളെപ്പോലത്തെ ഒരു ALRS മെമ്പർ എന്നുള്ളതിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ആ സിനിമയിൽ അതിലങ്ങനെയല്ലായിരുന്നു. അത് പുള്ളി എഴുതിയൊരു ഇതല്ല. പക്ഷേ പുള്ളിയുടെ ഒരു അഭിപ്രായം പുള്ളി പറഞ്ഞ പോലെ അതുപോലെ ഒരു കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനും അതിനെക്കുറിച്ചുള്ളൊരു ഇതും സജീവിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ പലപ്പോഴും എനിക്കതുപോലെ തന്നെ നമ്മൾ ആ വാരഫലം പോലെ നമ്മുടെ കൃഷ്ണൻ നായർ എഴുതിയിരുന്ന വാരഫലം പോലെയുള്ള ഇത് നമ്മൾ പലപ്പോഴും ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. ആ അറിവ് മനുഷ്യൻ്റെ അറിവാണല്ലോ മനുഷ്യനെ എപ്പോഴും ഇതാക്കുക. ആ അറിവ് ഓരോ കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു ഇത് ഒക്കെ എപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും വൈകിയ വേളയിൽ ഈ കൃതജ്ഞതയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ പരിപാടിയിൽ വന്ന് നമ്മളുടെ അതിഥിയായിട്ട് വന്നുള്ള സജീവനോടുള്ള കൃതജ്ഞത ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ ഈ ബ്രാഞ്ച് അത് നമ്മളെപ്പോഴും ഞാനും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ ഒരിക്കലും ALRS നിന്ന് പുറത്തു പോയ ഒരാൾ വേണ്ടി അല്ലെങ്കിൽ കാറ്റഗറി അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. പുറത്തു പോയ ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു സംഘടന വേണം എന്ന് ഞാനും സപ്പോർട്ട് ചെയ്താണ്. അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് വായിച്ച് ERS ബ്രാഞ്ചിനെ ഈ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൽ വന്ന പെൻഷനേഴ്സ് അവരെത്രയോ പേരോട് വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും പെൻഷനേഴ്സാണ് ഒന്നും മനസ്സിലാക്കണം. നമ്മൾ പെൻഷനേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ബലം എന്ന് പറയുമ്പോൾ പുതുതലമുറ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പുതുതലമുറയ്ക്ക് പ്രായമാകും എന്നുള്ളത് കൊണ്ടും ഈ നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ പെൻഷനേഴ്സ് അല്ല വേണ്ടത്, നമ്മൾ തന്നെയാണ് വേണ്ടത് എന്നും പുതുതലമുറ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും പെൻഷനേഴ്സിന് വേണ്ടിയും അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുന്നു. മണിസാറിനും ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുന്നു. നിർത്തുന്നു. നന്ദി. ഈ യോഗം ഇവിടെ അവസാനിക്കുക.